ഹായ് ഓൾ, നമ്മുടെ +2 നീറ്റുകാരുടെ GIB3 കെമിസ്ട്രി ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാവരും ഉഷാറായി ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കെമിസ്ട്രിയിലെ ആദ്യത്തെ ചോദ്യം 46ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കോഡ് എ പ്രകാരമാണ് നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സോ rectified spirit contain 95% ethanol by weight, the mole fraction of ethanol will be. നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? 95% എത്തനോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ അതിൽ 95 ഗ്രാം ആരായിരിക്കും? എത്തനോൾ ആണ്. എത്തനോൾ എന്ന് പറയുന്നത് നമുക്കറിയാം C2H6O ആണ്. മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 46 എന്നായിരിക്കും വരിക മോളിക്കുലാർ മാസ്. ബാക്കിയുള്ള 5 ഗ്രാം അത് നമ്മുടെ വാട്ടറാണ്, H2O അല്ലേ. വാട്ടറിന്റെ മോളിക്കുലാർ വെയിറ്റ് എല്ലാവർക്കും അറിയാം. H2Oയുടെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 18 ആണ് അല്ലേ. വി നോ ദാറ്റ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ആൻഡ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ ആണ്. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോളും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കൂടിയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. സോ ന്യൂമറേറ്റർ കണ്ടെയ്ൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ, ഡിനോമിനേറ്റർ കണ്ടെയ്ൻ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ നമ്മൾ എങ്ങനെ എഴുതും? മാസ് ബൈ മോളാർ മാസ് എഴുതിയ പോരെ. മാസ് 95 ഗ്രാം, മോളാർ മാസ് എന്ന് പറയുന്നത് 46. സെയിം 95 ഡിവൈഡഡ് ബൈ 46 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 18. മാസ് ഓഫ് വാട്ടർ 5 ഡിവൈഡ് ബൈ മോളാർ മാസ് 18. നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ 95 ബൈ 46 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 എന്നാണ് വരിക. 2.065 എന്നൊക്കെ വരിക. ഡിവൈഡഡ് ബൈ 2.065 പ്ലസ് 0.278 എന്ന് വരും. ഈ കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 0.881 എന്നായിരിക്കും കിട്ടുക. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് 1 ഹിയർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി കൂളംസ് ആർ റിക്വയർഡ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് 1 mole of H2O2 to O2? അപ്പൊ ശ്രദ്ധിക്കുക, H2O2 എന്ന് പറയുന്ന സമയത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? O2 ആക്കി മാറ്റുകയാണ്. അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ ഓക്സിജന്റെ കേസിനകത്ത് ഓരോ ഓക്സിജൻ എടുത്തു. ലൈക്ക് ടേക്ക് 1 ഓക്സിജൻ ആറ്റം. ഓക്കെ, ഓരോ ഓക്സിജന്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 നിന്ന് 0 മാറി. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോൺ ഇൻവോൾവ് ആവുക. പക്ഷെ നമുക്ക് 2 ഓക്സിജൻ ഇല്ലേ? 2 ഓക്സിജൻ വരുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി 2 ഇലക്ട്രോൺ ഇൻവോൾവ് അല്ലേ. ഇവിടെ -1 to 0 1 ഇലക്ട്രോൺ ആയിരുന്നു. 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 2 ഇലക്ട്രോൺ ആയിരിക്കും വരിക. അപ്പൊ നോക്കിയേ, നമ്മൾ ഒരു മോൾ എടുത്തു എന്ന് വിചാരിക്കുക. നമ്മളോട് പറയുന്നത് ഒരു മോൾ H2O2 എടുത്തു എന്ന് പറയുന്നത്. ഒരു മോൾ H2O2 എത്ര മോൾ ഇലക്ട്രോൺ വേണ്ടി വരും? ഇറ്റ് വിൽ റിക്വയർ 2 mole ഓഫ് ഇലക്ട്രോൺ. കാരണം ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 നിന്ന് 0 മാറുന്നത് അങ്ങനത്തെ 2 ഓക്സിജൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി 2 ഇലക്ട്രോൺ. അപ്പോൾ ഒരു മോൾ H2O2 എടുക്കുമ്പോൾ 2 mole ഇലക്ട്രോൺ ആവശ്യമായി വരും. 2 mole ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഫാരഡേ അല്ലേ, which is 2 into 96,500 കൂളം. ആ വാല്യൂ വരിക 1.93 into 10⁵ എന്നായിരിക്കും വരിക. സെയിം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 ഹിയർ. ഓപ്ഷൻ 2 is the right answer. Moving on to question number 48. The rate constant of nth order has units. നമുക്കറിയാം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് ചോദ്യം. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം മോൾ പവർ 1 - n ലിറ്റർ പവർ n-1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിസൾട്ട് ആയിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഏതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ വരിക? മോൾ പവർ 1 - n ലിറ്റർ പവർ n-1 സെക്കൻഡ് ഇൻവേഴ്സ്. ആൻസർ ഓപ്ഷൻ ഈസ് 4 ഹിയർ. ഇനി അത് എങ്ങനെ വന്നു എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ പവർ n എന്നാണല്ലോ. റേറ്റിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് റേറ്റ് K. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ഹോൾ പവർ n എന്ന് വരും. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഇക്വേഷൻ ആണ് ഇത്. കെയുടെ ഇക്വേഷൻ വരിക മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ ഹോൾ പവർ n. അപ്പൊ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് വരിക. സോ ദ ആൻസർ ഓപ്ഷൻ ഈസ് 4 ഹിയർ. 49ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് 5.93 ബോർ മാഗ്നറ്റോൺ? അപ്പൊ നമുക്കറിയാം നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √n into n+2 ആണ്. √n into n+2ന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് അത്ര 5.93 ബോർ മാഗ്നറ്റോൺ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എത്ര വരും നോക്കടാ. √n into n+2 എന്ന് പറയുന്നത് 5.93 വരണമെങ്കിൽ n-ന്റെ വാല്യൂ എത്ര ആയിരിക്കണം? നമുക്ക് വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബട്ട് വെൻ യു കാൽക്കുലേറ്റ് നമുക്ക് ഇവിടെ കിട്ടുക the value of n is going to be nothing but 5 here.
നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് ഒരു ട്രിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 5.9, 4 ആണെങ്കിൽ 4.9, 3 ആണെങ്കിൽ 3.9, 2 ആണെങ്കിൽ 2.8, 1 ആണെങ്കിൽ 1.7. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇഫ് n ഈസ് ഈക്വൽ ടു 1, മാഗ്നറ്റിക് മൊമെന്റ് ഈസ് 1.7 bm. 2 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 2.8, 3 ആണെങ്കിൽ 3.9, 4 ആണെങ്കിൽ 4.9, 5 ആണെങ്കിൽ 5.9 എന്നുള്ള ട്രിക്ക് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ നമുക്ക് തീരുമാനം എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും? 5. മാഗ്നറ്റിക് മൊമെന്റ് 5.93, അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം 5. നമുക്ക് ഈ കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ആകെ നോക്കേണ്ടത് 5 അൺപെയർഡ് ഇലക്ട്രോൺ വരുന്നത് എവിടെയാണെന്ന് മാത്രമാണ്. ഓരോന്നിന്റെയും കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ മാഗ്നീസ് 2+ന്റെ കോൺഫിഗറേഷൻ വരിക 3d5 എന്ന, Fe2+ന്റെ കോൺഫിഗറേഷൻ നോക്കി കഴിഞ്ഞാൽ അത് വരിക 3d6 എന്ന, Cr2+ന്റെ കോൺഫിഗറേഷൻ വരിക 3d4 എന്നാ വരിക, ആൻഡ് വനേഡിയം 3+ വരിക, വനേഡിയം 3+ന്റെ കോൺഫിഗറേഷൻ വരിക 3d2 എന്നാ വരിക. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ആൾ ആരാ നിങ്ങൾക്ക് നോക്കിയാൽ പോരെ. 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് ആരാ? 3d5 കോൺഫിഗറേഷനിലായിരിക്കും നമുക്ക് 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവുക. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഓപ്ഷൻ 1 will be the right answer. Okay. Moving on to question number 50. 50ാമത്തെ ചോദ്യം. Name of the complex PTNS3 6 times Cl4. നോക്കുക, നമുക്കിവിടെ 6 അമൈൻ ലിഗാൻഡുകളുണ്ട്. അപ്പൊ നമ്മുടെ പേര് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഹെക്സാ അമൈൻ. സെൻട്രൽ മെറ്റലായിട്ടും പ്ലാറ്റിനം ആണ്, സോ പ്ലാറ്റിനം. അവസാനം ക്ലോറൈഡ് എന്ന് വേണം. നോക്കുക, ഹെക്സാ അമൈൻ പ്ലാറ്റിനം ക്ലോറൈഡ്, ഹെക്സാ അമൈൻ പ്ലാറ്റിനം ക്ലോറൈഡ്, ഇത് രണ്ടും സെയിം നെയിം തന്നെയാണ്. വ്യത്യാസമുള്ളത് പിന്നെ നമ്മുടെ ഓക്സിഡൈസ് സ്റ്റേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ടെട്രാ ക്ലോറോ എന്നാണ് നമ്മൾ പറയുക? ഇല്ല, ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ കൗണ്ടർ അയോൺ മാത്രമാണ്. സോ ദ നെയിം ആദ്യമേ നമ്മൾ കാറ്റയോൺ പറയണം, ദെൻ ഓൺലി ആനിയോൺ. അപ്പൊ ക്ലോറൈഡ് എന്ന് ഒരിക്കലും ആദ്യം പറയാൻ പാടില്ല. യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ 3 and 4 ഡയറക്ട്ലി. ഇനി നമുക്ക് ഓപ്ഷൻ 1 ആണോ 2 ആണോ എന്നുള്ള കാര്യം മാത്രമേ നോക്കാനുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് പ്ലാറ്റിനത്തിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ്. PTNS3 6 times Cl4 അല്ലെ. അപ്പൊ അവിടെ നമുക്കറിയാം അമോണിയ എന്ന് പറയുന്ന ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് അതിന് ചാർജ് ഇല്ല. ക്ലോറിന് -1, പ്ലാറ്റിനത്തിന് X എന്ന് കൊടുക്കാം. X + 0 + 4 ക്ലോറിനാറ്റം ഉണ്ട്. സോ 4 × -1 സമ്മേഷൻ ഈസ് ഈക്വൽ ടു 0. എക്സിന്റെ വാല്യൂ വരും +4. അപ്പൊ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ ഇവിടെ +4 ആണ്, അല്ലാതെ +2 അല്ല. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഹെക്സാ അമൈൻ പ്ലാറ്റിനം 4 ക്ലോറൈഡ് എന്ന് വേണം ശരിയായിട്ടുള്ള ഉത്തരം വരാൻ. 51ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4D series element which is not regarded as a transition element. ഓക്കെ, ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത 4D സീരീസ് എലമെന്റ് ആരാണെന്നാണ് ചോദ്യം. ആരാണെന്ന് പറയാമോ? ആരാണ്? നമുക്കറിയാം സിങ്കിന്റെ ഗ്രൂപ്പിലുള്ള ആള്, അവരെ നമ്മൾ എന്ത് വിളിക്കാറില്ല? ട്രാൻസിഷൻ എലമെന്റ് വിളിക്കാറില്ല. കാരണം അവർക്ക് എപ്പോഴും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള D10 കോൺഫിഗറേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. സിങ്കിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാറില്ല. സിങ്ക് എന്ന് പറയുന്ന ആളൊരു 3D സീരീസ് എലമെന്റാണ്. 3D സീരീസിൽ വരുന്ന ആളാണ് സിങ്ക്. നമ്മൾ വെച്ചിരുന്ന 4D സീരീസിൽ ആര് വരുന്നോ? സിങ്കിന്റെ തൊട്ട് താഴെ വരുന്ന ആള് അത് കാഡ്മിയം ആണ്. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും വരിക? 3 കാഡ്മിയം. ഓക്കെ, സിങ്കിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സിങ്ക് ഫാമിലിയിലുള്ള എലമെന്റുകളെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താറില്ല. കാരണം അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് D10 കോൺഫിഗറേഷൻ ആണ് എപ്പോഴും ഉണ്ടാവുക. 3D സീരീസ് എലമെന്റ് ആരാ? സിങ്ക്. 4D സീരീസ് എലമെന്റ് കാഡ്മിയം. അങ്ങനെ പോവാ. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് 3 ഹിയർ. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 52. If 18 gram of glucose is present in 1000 gram of solvent, the solution is said to be. നമുക്ക് ചോദ്യങ്ങളിൽ 3 മൊളാരിറ്റീനെ പറ്റിയും 1 മൊളാലിറ്റീനെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് മൊളാരിറ്റിയും കണ്ടുപിടിക്കണം. ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. ഇത് 18 gram ഗ്ലൂക്കോസ് ഇൻ 1000 gram ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം 1000 gram ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 kilogram ഓഫ് സോൾവെന്റ് എന്നാണ്. 1 kilogram ഓഫ് സോൾവെന്റ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാലിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്ന അല്ലേ. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മൊളാലിറ്റി ആയതുകൊണ്ട് ലെറ്റ്സ് കാൽക്കുലേറ്റ് മൊളാലിറ്റി ഫസ്റ്റ്. സോ മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. ഓക്കെ, മൊളാലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് വേണം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഗ്ലൂക്കോസ് ആണ് ഇവിടെ നമുക്ക് സൊല്യൂട്ട് ആയിട്ടുള്ളത്. അപ്പൊ 18 gram ആണ് നമ്മൾ എടുക്കുന്നത്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് എല്ലാവർക്കും അറിയാം 180 വരും അല്ലെ. സോ ഈ വാല്യൂ വരും 0.1 മോൾ.
അടുത്ത മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അത് 0.1 ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1000 gram ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ 1 kilogram ആണ്. സോ 1 kilogram നമുക്കിവിടെ കിട്ടും 0.1 മോളാൽ എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡാറ്റ 0.1 മോളാലിന് സ്യൂട്ടബിൾ അല്ലേ, അല്ലെങ്കിൽ 0.1 മോളാൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനുമായിട്ട് മാച്ചിങ് ആണ്. സോ യു ഹാവ് ടു സെലക്ട് ഓപ്ഷൻ 2 ഹിയർ. മൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയിരുന്നത് ml ഓഫ് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്ന ഗ്രാം ഓഫ് സോൾവെന്റ് ആയതുകൊണ്ട് അത് മൊളാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ഏറ്റവും എളുപ്പം. നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ ഓപ്ഷൻ മാച്ചിങ് ആയിട്ട് കിട്ടി. യു ക്യാൻ സെലക്ട് ഓപ്ഷൻ 2 ഹിയർ. 53ാമത്തെ ചോദ്യം നോക്കാം. 250 ml of 6 molar HCl, 650 ml 3 molar HCl were mixed together. The volume of water to be added so that the molarity of the final solution is 3 molar will be. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ 3 കമ്പോണന്റുകളാണ് ആഡ് ചെയ്യുന്നത്. ഒരു 250 ml 6 molar HCl ഉണ്ട്, 650 ml 3 molar HCl ഉണ്ട്. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ കുറച്ച് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എത്ര വെള്ളം എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം ആഡിങ് സം എക്സ്ട്രാ വാട്ടർ. അപ്പൊ എന്തായി, ടോട്ടൽ വോളിയം ടോട്ടൽ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 3 molar ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര വെള്ളം ഞാൻ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹൗ മച്ച് വാട്ടർ ഷുഡ് ഐ ബി ആഡിങ്? ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ലെറ്റ്സ് ഡു ദിസ്. ആദ്യമേ നമുക്ക് ഈ 250 ml 6 molar HCl-ഉം 650 ml 3 molar HCl-ഓടെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫൈനൽ മൊളാരിറ്റി വരുന്നത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാം. ലെറ്റ്സ് മിക്സ് 3 കമ്പോണന്റ് M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 ഈസ് ഈക്വൽ ടു ഫൈനൽ മൊളാരിറ്റി ഇൻറ്റു ഫൈനൽ വോളിയം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ 2 കമ്പോണന്റ് അല്ലേ തന്നിട്ടുള്ള, മൂന്നാമത്തെ കമ്പോണന്റ് എവിടെ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ 250 ml 6 molar HCl ആണ്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് 650 ml 3 molar HCl ആണ്. മൂന്നാമത്തെ കമ്പോണന്റ് വാട്ടർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ വാട്ടർ എത്ര എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ചോദ്യമുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ വാട്ടറിനകത്ത് HCl എത്രയുണ്ട്? 0 molar. കാരണം വാട്ടറിൽ HCl ഇല്ലല്ലോ, അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് 0 എന്ന് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. M1 V1, M1 എന്ന് പറയുന്നത് 6 ആണ്, V1 എന്ന് പറഞ്ഞാൽ 250 ആണ്, M2 3 ആണ്, V2 650, പിന്നെ M3 മൂന്നാമത്തെ കമ്പോണന്റ് വാട്ടർ ആണ്. വാട്ടറിൽ HCl ഇല്ല, അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ 0 എന്ന് വരും, ഇൻറ്റു V3. ആ V3 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഫൈനൽ മൊളാരിറ്റി 3 ആണെന്ന് എനിക്കറിയാം. ഫൈനൽ വോളിയം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. ഫൈനൽ വോളിയം, നമുക്ക് ഫൈനൽ വോളിയം നോക്കാം. സോ 6 × 250 പ്ലസ് 3 × 650 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഫൈനൽ വോളിയം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 3 വെച്ച് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണേ. സോ ലെറ്റ് മീ ഡിവൈഡ് വിത്ത് ദ 3 ഹിയർ. ഇവിടെ ഞാനൊരു 3 എടുത്തു, ഇവിടെ ഞാനൊരു 3 എടുത്തു. കാരണം ഈ ടേമിൽ പിന്നെ ആവശ്യമില്ല, ഈ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. 6/3 2 × 250 എന്ന് വരും. 2 × 250 500 ആയിരിക്കും. ഇവിടെ 3 × 3 ക്യാൻസൽ ആയി പോയി, ദാറ്റ് വിൽ ബി 650 ഈസ് ഈക്വൽ ടു ഫൈനൽ വോളിയം. സോ ടോട്ടൽ വോളിയം വരും 1150 ml. ഇതാണ് ടോട്ടൽ വോളിയം വരിക. എങ്ങനെ നോക്കണേ, നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് 250 ml HCl, പിന്നെയുള്ളത് 650 ml, മൂന്നാമത്തെ കമ്പോണന്റ് വാട്ടർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ മൊളാരിറ്റി 3 ആയി. ഫൈനൽ വോളിയം ആണ് 1150 ml. ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. ഒന്ന് നോക്കിയേ, ഒന്നാമത്തെ കമ്പോണന്റിന്റെ വോളിയം 250 ml, രണ്ടാമത്തെ കമ്പോണന്റ് 650 ml, മൂന്നാമത്തെ കമ്പോണന്റ് വാട്ടർ ആണ്. ഞാൻ അതിനെ V3 എന്ന് എഴുതുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാം കൂടെ കൂട്ടി എത്രയായി? 1150 ml ആയി. അപ്പൊ 250യും 650യും കൂട്ടി കഴിഞ്ഞാൽ 900 അല്ലേ വരിക. സോ 900 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 1150. അങ്ങനെയാണെങ്കിൽ V3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 250 ml എന്ന് വരും. ദ റൈറ്റ് ആൻസർ ടു ചൂസ് ഹിയർ വിൽ ബി ഓപ്ഷൻ. ഏതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരിക? ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ ചെയ്ത് എന്താന്ന് നോക്കിയേ, 3 കമ്പോണന്റുകൾ മിക്സ് ചെയ്തു. M1 V1, M2 V2, M3 V3. മൂന്നാമത്തെ വാട്ടർ ആണ്, അതിൽ HCl ഇല്ലാത്തതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ 0 എന്ന് എടുത്തു. അപ്പൊ ഫൈനൽ വോളിയം നമുക്ക് ഇവിടെ കിട്ടി. ഫൈനൽ മൊളാരിറ്റി 3 ആണ്. അപ്പൊ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വോളിയം 1150 ml എന്ന് കിട്ടും. ഇനി ഈ 1150 എന്ന് പറയുന്നത് ഒന്നാമത്തേന്റെയും രണ്ടാമത്തേന്റെയും മൂന്നാമത്തേന്റെയും വോളിയം ആഡ് ചെയ്യുമ്പോഴാണ്. 250, 650 പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത വാട്ടർ. ആ എക്സ്ട്രാ ആഡ് ചെയ്ത വാട്ടറിന്റെ വോളിയം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. So the volume of water added is 250 ml. Moving on to question number 54. Which of the following ions has highest limiting molar conductivity? അപ്പോൾ ഇത് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുക. NCERT-ൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂസ് വന്നിട്ടുണ്ട്. ആ ഒരു ഡാറ്റയെ ബേസ് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്.
Ca2+. NCERT തന്നിരിക്കുന്ന വാല്യൂസ് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. Na+ന്റെ വാല്യൂ കൊടുത്തിരിക്കുന്ന 50.1 എന്നും Ka+ന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 73.50 എന്നും Mg2+ന്റെ കൊടുത്തിരിക്കുന്നത് 106 എന്നും പിന്നെ Ca2+ന്റെ കൊടുത്തിരിക്കുന്നത് 119 എന്നുമാണ് ഇൻ സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്നുള്ള യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. NCERT തന്നിരിക്കുന്ന വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇങ്ങനെയും കൂടെ ആലോചിക്കാം. ഓക്കെ, സോ സോഡിയം, അതിന്റെ താഴെയാണ് പൊട്ടാസ്യം, സോഡിയത്തിന്റെ വലതുവശത്താണ് മഗ്നീഷ്യം വരിക, അതിന്റെ താഴെയാണ് കാൽസ്യം വരിക. നോക്കുക, താഴേക്ക് വരുമ്പോഴത്തേക്കും സൈസ് കൂടും. സൈസ് കൂടിയാൽ λm0ന്റെ വാല്യൂവും കൂടും 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈസ് കൂടുമ്പോൾ λm0ന്റെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയൊക്കെ ഒഴിവാക്കാം? സോഡിയത്തെയും മഗ്നീഷ്യത്തെയും ഒഴിവാക്കാം. പിന്നെ പൊട്ടാസ്യം, കാൽസ്യം മാത്രമേ വരുള്ളൂ. ഇനി ഇവിടെ Ca2+ന് 2 പ്ലസ് ചാർജ് ഉണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അല്ലെങ്കിൽ ചാർജ് കൂടിയാലും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനെ നോക്കിയാൽ ആൻസർ ഓപ്ഷൻ ഏതാ വരുള്ളൂ? ദ ആൻസർ ഓപ്ഷൻ വിൽ ബി Ca2+. ആൻസർ ഓപ്ഷൻ 4 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് 55ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിയേ, ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 0.5 mol per liter A, if 0.4 mol per liter are present after 10 minutes, the rate constant of the reaction will be. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്, നമുക്കറിയാം. സീറോ ഓർഡർ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റേറ്റ് അല്ല, കോൺസെൻട്രേഷൻ ഡാറ്റ. സോ A0 മൈനസ് AT ഈക്വൽ ടു KT എന്നോ, അല്ലെങ്കിൽ R0 മൈനസ് R ഈസ് ഈക്വൽ ടു KT എന്നൊക്കെ നമുക്ക് എഴുതിക്കൂടെ? R0 A0 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, ഇത് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, K ഇൻറ്റു T. നോക്കുക, നമുക്ക് തന്നിരുന്ന യൂണിറ്റ് എല്ലാം മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ള യൂണിറ്റിലാണ്. അപ്പൊ നമുക്ക് ഇതാ വേറെ ഒന്നും പേടിക്കാനുള്ള വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K ആണ് കേട്ടോ, റേറ്റ് കോൺസ്റ്റന്റ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.5 മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നുണ്ട്. ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ 0.4 മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നുണ്ട്. ഈസ് ഈക്വൽ ടു K ഇൻറ്റു ദ ടൈം എത്രയാണ് അവർ പറയുന്നത്? 10 മിനിറ്റ്. നമ്മൾ മിനിറ്റിലാണോ സെക്കൻഡിലാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെ അറിയും? ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം മിനിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇനഫ്. മിനിറ്റ് തന്നെ കൊടുത്താൽ മതി. സോ ദിസ് വൺ വിൽ ബി 0.1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു 10 എന്ന് വരും. K വിൽ ബി ഈക്വൽ ടു 0.1 ബൈ 10 എന്ന് വെച്ചാൽ 0.01 അല്ലെങ്കിൽ 10⁻⁻² എന്നായിരിക്കും വരിക. മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ്, ഇതായിരിക്കും നമ്മുടെ യൂണിറ്റ് വരിക. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി വിച്ച് വൺ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. 56ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ക്രോമൈറ്റ് ഓർ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയൺ ആൻഡ് ക്രോമിയം ആർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഈ ക്രോമൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമൈറ്റ് ഓർ നമ്മളിത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷനിൽ പഠിക്കുന്ന എന്താ? അത് FeCr2O4. ഇതാണ് നമ്മുടെ ക്രോമൈറ്റ് ഓർ എന്ന് പറയുന്നത്. ഈ ക്രോമൈറ്റ് ഓറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു FeOയും ഒരു Cr2O3യും ചേർന്നിട്ടുള്ളതാണ്. ഒരു FeOയും ഒരു Cr2O3യും ചേർന്നിട്ടുള്ളതാണ്. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് FeOയിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിജൻ -2 ആണ്. അപ്പോൾ അയൺ +2 ആയിരിക്കണം. സോ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. Cr2O3 എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്സിജന് -2, 3 ഓക്സിജൻ -6. അപ്പൊ 2 ക്രോമിയത്തിന് +6 വരണ്ടേ? അപ്പൊ ഒരു ക്രോമിയത്തിന് എന്തായിരിക്കണം? +3. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അയണിന്റെ ഓക്സിഡേഷൻ +2, ക്രോമിയത്തിന്റെ +3 എന്നാ വരിക. Cr2O3യുടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിനി ഇത് ഫോർമുല വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അയണിന്റെ ഓക്സിഡേഷൻ X എന്ന് കൊടുക്കുക, ഓക്സിജന്റെ -2. X -2 ഈക്വൽ ടു 0, Xന്റെ വാല്യൂ +2. അതുപോലെ ക്രോമിയത്തിന്റെ കേസ് വരുമ്പോൾ ഓക്സിജൻ -2, ക്രോമിയത്തിന് X എന്ന് കൊടുക്കുക. 2 ക്രോമിയം ഉണ്ട് 2X, 3 ഓക്സിജൻ ഉണ്ട് -6 അല്ലെ? ഒരു ഓക്സിജൻ -2 × 3 -6 ഈസ് ഈക്വൽ ടു 0. Xന്റെ വാല്യൂ 6/2 +3 എന്ന് വരും. അപ്പൊ അയണിന് 2ഉം ക്രോമിയത്തിന് 3ഉം ആണ് വരേണ്ടത്. സോ ആ ഓർഡറിൽ തന്നെ വേണം. ആദ്യം അയൺ ദെൻ ക്രോമിയം. അപ്പൊ +2 +3 എന്നുള്ള ഓർഡറിൽ തന്നെ വേണം. ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഏതായിരിക്കും വരിക? 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും വരിക. മൂവിംഗ് ഓൺ ടു 57ാമത്തെ ചോദ്യം. കോർഡിനേഷൻ നമ്പർ ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് X ഇൻ ദ കോമ്പൗണ്ട് ആണ് ചോദ്യം. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ഇങ്ങനെ കൊടുത്തന്നെ X, ഇവിടെ ഒരു സൾഫേറ്റ് ഉണ്ട്, ഇവിടെ NH3 5 ടൈംസ്. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഓക്കെ, കോർഡിനേഷൻ നമ്പറും വേണം, ഓക്സിഡേഷൻ നമ്പറും വേണം. ഫസ്റ്റ് കോർഡിനേഷൻ നമ്പർ എടുക്കാം. കോർഡിനേഷൻ നമ്പർ എങ്ങനെ എടുക്കുക? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര കോർഡിനേറ്റ് ബോണ്ടുകൾ ഉണ്ടെന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട്. നോക്കുക, സൾഫേറ്റ് മോണോഡെൻഡേറ്റ് ആണ്, അമോണിയ മോണോഡെൻഡേറ്റ് ആണ്. എന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും ഓരോരോ കോർഡിനേറ്റ് ബോണ്ട് വെച്ചിട്ട് ഉണ്ടാക്കുക. സോ SO4 2- ആൻഡ് NH3 ആർ
മോണോഡെൻഡേറ്റ്. എല്ലാവരും ഓരോരോ കോർഡിനേറ്റ് ബോണ്ട് വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പൊ ടോട്ടൽ എത്ര ലിഗാൻഡ് ഉണ്ടെന്ന് നോക്കി, 1, പിന്നെ ഇവിടെ 5, ടോട്ടൽ 6 ലിഗാൻഡ്. സോ 6 × 1 ടോട്ടൽ 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. സോ കോർഡിനേഷൻ നമ്പർ ഇസ് ഗോയിങ് ടു ബി 6 ഹിയർ. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഒഴിവാക്കാം? ഈ ഓപ്ഷൻ ഒഴിവാക്കാം, ഈ ഓപ്ഷൻ ഒഴിവാക്കാം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഓക്സിഡൈസ് സ്റ്റേറ്റാ. നോക്കുക, അമോണിയയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ 0, സൾഫേറ്റിന്റെ ചാർജ് -2. അപ്പോ ഓവറോൾ 0 വരണമെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് ഓക്സിഡൈസ് സ്റ്റേറ്റ് എത്ര വരണം? +2 വരണ്ടേ? +2 വരുമ്പോഴല്ലേ ഇത് കട്ട് ഔട്ട് ആയിട്ട് 0ലേക്ക് വരുള്ളൂ അല്ലെ? അമോണിയ എന്ന് പറയുന്ന ആള് ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട്. സോ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 വരണം, കോർഡിനേഷൻ നമ്പർ 6 വരണം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് വരുവാടാ? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് ഗോയിങ് ടു ബി 3. കോർഡിനേഷൻ നമ്പറും ഓക്സിഡേഷൻ നമ്പർ ആ ഓർഡറിൽ തന്നെ വേണം. കോർഡിനേഷൻ നമ്പർ 6, ഓക്സിഡേഷൻ നമ്പർ +2. ആൻസർ ഓപ്ഷൻ ഈസ് 3. 58ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ദ 14 എലമെന്റ് ഫ്രം തോറിയം ടു ലൊറൻഷ്യം ആർ കോൾഡ് ആക്ടിനോയിഡ്. ശരിയാണ്, ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളാണ് വിച്ച് ഈസ് തോറിയം ടു ലൊറൻഷ്യം. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ലാന്തനം ആൻഡ് ഹോഫ്നിയം ടു മെർക്കുറി ബിലോങ് ടു 5D സീരീസ്. ലാന്തനം, പിന്നെ അത് കഴിഞ്ഞിട്ട് 14 എലമെന്റ് ഉണ്ട് ലാന്തനോട് എലമെന്റുകൾ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഹോഫ്നിയം ടു മെർക്കുറി. അപ്പൊ ലാന്തനം, പിന്നെ ഹോഫ്നിയം ടു മെർക്കുറി, ഇത്രയും എലമെന്റുകളാണ് നമ്മുടെ 5D സീരീസിലുള്ളതെന്ന് പറഞ്ഞാൽ അത് തികച്ചും ശരിയാണ്. ആക്ടിനോയിഡ് സീരീസ് അല്ല, ആക്ടിനിയം കഴിഞ്ഞിട്ടുള്ള 14 എലമെന്റുകളുണ്ട്. അത് F ബ്ലോക്ക് എലമെന്റിൽ പെടുന്ന ആൾക്കാരാണ്. ആക്ടിനിയം, അത് കഴിഞ്ഞിട്ട് റുദർഫോർഡിയം ടു കോപ്പർനിക്കിയം, അവർ 60 സീരീസിൽ പെടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. സ്കാൻഡിയം ടു സിങ്ക് 10 എലമെന്റുകളാണ്, നമ്മൾ അതിനെ വിളിക്കുക 3D സീരീസ് ആണ്. ഇതെല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. സോ യു ക്യാൻ മാർക്ക് ഓപ്ഷൻ 4 ഹിയർ. ഓപ്ഷൻ 4 ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം വരിക. 59ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ടു ഡിറ്റർമിൻ ദ മോളിക്കുലാർ മാസ് ഓഫ് എ പോളിമർ സൊല്യൂഷൻ? നമുക്കിവിടെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ കൊടുത്തിട്ടുണ്ട്. RLVP, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ആരെ വെച്ചിട്ടാണ് ഒരു പോളിമറിന്റെ ഒക്കെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും നല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആരെന്നറിയോ? മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷറാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന വാല്യൂകളെല്ലാം വലിയ വാല്യൂകളാണ്. ഇപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒക്കെ മെഷർമെന്റിൽ തന്നെ ചെറിയ ചെറിയ എററുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് വരില്ല. പക്ഷെ ഓസ്മോട്ടിക് പ്രഷർ അങ്ങനെയല്ല. ഓൾ ദ വാല്യൂസ് ദാറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദ കാൽക്കുലേഷനിൽ വരുന്ന എല്ലാ വാല്യൂസും വലിയ വാല്യൂസ് ആണ്, എറർ കുറഞ്ഞ വാല്യൂസ്. സോ ലോവർ എറർ, ബെറ്റർ പ്രിസിഷൻ. നമുക്ക് ആൻസർ ഓപ്ഷൻ കുറച്ചുകൂടെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ, കറക്റ്റ് ആയിട്ടുള്ള മോളിക്കുലാർ മാസിലേക്ക് എത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷർ ആണ്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ട ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. 60ാമത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഇൻ കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. എന്നുവെച്ചാൽ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് ആണ്. ഓഫ് എ സോൾവെന്റ് വിച്ച് ഹാസ് ഫ്രീസിംഗ് പോയിന്റ് 16.6 ഡിഗ്രി ആൻഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 180.75 ജൂൾ പെർ ഗ്രാം. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം KFന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RT0² ഡിവൈഡ് ബൈ 1000 ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സോറി, ഇവിടെ ഫ്യൂഷൻ അല്ലേ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. KF ഈസ് ഈക്വൽ ടു RT0² M ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു എൻതാൽപ്പി ഓഫ് വേപ്പറൈസ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഇവിടെ എഴുതാറുണ്ട്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല, ഈ മോളാർ മാസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു യൂസ് ഹിയർ. ഈ 2 ഇക്വേഷനും കറക്റ്റ് ആണ്. നമ്മളതിൽ യൂസ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ്. സോ ലെറ്റ്സ് യൂസ് ദാറ്റ്. KF ഈക്വൽ ടു RT0² ബൈ 1000 ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. Rന്റെ വാല്യൂ 8.314 SI യൂണിറ്റിലാണ്. T0ന്റെ വാല്യൂ 16.6 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് എത്ര കെൽവിൻ ആയിട്ട് വരും? 16.6. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ വാല്യൂ എന്തിലായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഇൻ കെൽവിൻ അല്ലെ? സോ യു ഹാവ് ടു ആഡ് 273 ആൻഡ് 16.6. ആ വാല്യൂ വരെ 289. ഇത് ഡിഗ്രി സെൽഷ്യസിനാണ്. കെൽവിനിൽ വരുമ്പോൾ അത് 289.6 കെൽവിൻ എന്നാണ് വരിക. നമ്മൾ 273 ആഡ് ചെയ്യുമ്പോൾ. സോ ദിസ് വാല്യൂ വിൽ ബി 289.6. പിന്നെ അതിന്റെ സ്ക്വയർ അല്ല നമ്മൾ എഴുതേണ്ടത്. സോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാ? 180.75 ജൂൾ ആണ്, ജൂൾ പെർ ഗ്രാം. സോ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം ഇത് കാൽക്കുലേഷൻ മാത്രമാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.86 എന്നായിരിക്കും വരിക.
കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. ഓക്കെ, വേറൊരു കാര്യം നിങ്ങൾ ചോദിക്കുക, സാർ ഇവിടെ കിലോഗ്രാം ഇവിടെ ഗ്രാം ഇത് തന്നിരിക്കുന്നത് പെർ ഗ്രാം എന്നല്ലേ, ആ കൺവേർഷൻ ഫാക്ടർ ആണ് ഈ 1000. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. സോ എവറിത്തിങ് ഈസ് കറക്റ്റ്. സോ ദർ ആൻസർ വിൽ ബി 3.86. ഇത് കാൽക്കുലേഷൻ ഹെവി ആയിട്ടുള്ള ചോദ്യമാണ്. ഈ കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും, ബട്ട് യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ ഷുവർ. നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, പെട്ടെന്ന് ആൻസർ കിട്ടാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 61. A solution is 1 molar in each of NaCl, cadmium chloride, zinc chloride and lead chloride. To this tin metal is added. Which of the following is true? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ. Pb2+2 Pb, Sn2+2 Sn, Zinc2+2 Zinc, Cadmium2+2 Cadmium, Na+2 Sodium. ഇതെല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ റിഡക്ഷൻ നടക്കാനുള്ള താല്പര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, റിഡക്ഷൻ നടക്കാൻ തീരെ താല്പര്യമില്ലാത്തത്, അതായത് ഏറ്റവും വലിയ നെഗറ്റീവ് വാല്യൂ, അതിന്റെ അർത്ഥം തീരെ റിഡക്ഷൻ നടക്കാൻ താല്പര്യമില്ലാത്ത ആളാരാ? സോഡിയമാണ്. ഏറ്റവും കൂടുതൽ റിഡക്ഷൻ നടക്കാൻ താല്പര്യമുള്ള ആളാരാ? അത് ലെഡ് ആണ് അല്ലേ. അതിനേക്കാൾ താല്പര്യം കുറവ് ടിന്നിനാണ്, അതിനേക്കാൾ താല്പര്യം കുറവ് കാഡ്മിയം, അതിനേക്കാൾ കുറവ് സിങ്ക്, അതിനേക്കാൾ കുറവാണ് സോഡിയം വരിക. അപ്പൊ ഞാൻ ടിന്ന് എന്ന് പറയുന്ന സാധനം ബാക്കിയുള്ള 4 ആൾക്കാരെ എടുത്തിട്ടുണ്ട് അതിന്റെ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടിന്നിന് ആരെ മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ടിന്നിനേക്കാൾ റിഡക്ഷൻ നടക്കാൻ താല്പര്യമുള്ള ആൾ ലെഡ് മാത്രമാണ്. അപ്പൊ ടിൻ ക്യാൻ റെഡ്യൂസ് ഹൂം? Pb2+2 Pb. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പറയാറില്ലേ, റിയാക്ടിവിറ്റി സീരീസിൽ റിയാക്ടിവിറ്റി കൂടിയ ആൾക്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെ ഡിസ്പ്ലേസ് ചെയ്യാമെന്ന് പറയാറില്ലേ. അപ്പൊ ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ റിഡക്ഷൻ നടക്കാൻ താല്പര്യം കൂടിയ ആള് ലെഡാണ്, ഓക്സിഡേഷൻ നടക്കാൻ താല്പര്യം കൂടിയ ആള് ടിന്നാണ്. അപ്പൊ ടിന്നിന് എന്ത് പറ്റും? ടിന്നിന് ഓക്സിഡേഷൻ സംഭവിക്കും, ലെഡിന് റിഡക്ഷൻ സംഭവിക്കും. ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. ഇനി ആ റിയാക്ഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം, ടിന്ന് പ്ലസ് PbCl2 വിൽ ബി ഗിവിംഗ് യു Pb and SnCl2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ടിൻ വിൽ ഡിസ്പ്ലേസ് ലെഡ്. ഇനി ഇത് തന്നെയാണ് നടക്കുന്നതെന്ന് അറിയാൻ നമുക്ക് വേണം എന്ത് ചെയ്യാം? E0 സെൽ വാല്യൂ കണ്ടുപിടിക്കാം. E0 സെൽ വിൽ ബി E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ്. ഇവിടുത്തെ കാഥോഡ് ആരാ? കാഥോഡ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടക്കുന്ന ആർക്കാ? ലെഡിനാണ്. ലെഡിന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് എത്രയാ? -0.126 മൈനസ് E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ് അല്ലേ. ആനോഡ് ആരാ ഇവിടെ? അത് ടിന്നാണ്. ടിന്നിന്റെ വാല്യൂ -0.136. ഓവറോൾ വാല്യൂ നോക്കടാ, ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. അപ്പൊ ഓവറോൾ വാല്യൂ പോസിറ്റീവ് വരും. E0 വാല്യൂ പോസിറ്റീവ് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എന്നാണ്. അപ്പോ നമുക്ക് പല രീതിയിൽ ആലോചിക്കാം. ഏത് രീതിയിൽ ആലോചിച്ചാലും ആൻസർ ഓപ്ഷൻ 4 വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ആള് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളെ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് ആലോചിക്കാം. സോഡിയത്തെയോ സിങ്കിനെയോ കാഡ്മിയത്തെയോ ഡിസ്പ്ലേസ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ടിന്നിന് പറ്റില്ല. ഇനി വേണമെങ്കിൽ ഈ 4 എണ്ണത്തിന്റെയും E0 സെൽ കണ്ടുപിടിക്കാം. അതിൽ പോസിറ്റീവ് E0 സെൽ വരുന്ന ആൾ ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇത് മാത്രമേ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ഓപ്ഷൻ ഇസ് 4. 62. In the first order reaction, 75% of the reactant disappeared in 1.386 hours. Calculate the rate constant എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നോക്കുക, 75% of the reactant disappeared in 1.386 hour എന്നാ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം നോക്കിയാൽ സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. എവറിത്തിങ് ഈസ് ഗിവൺ ഇൻ സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 75% കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി 2 ടൈം T½ ആണ് അല്ലേ. 2 ടൈം T½ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ 100 യൂണിറ്റ് റിയാക്ടന്റ് എടുത്തു. ഒരു T½ കഴിയുമ്പോൾ എത്ര ബാക്കി ഉണ്ടാവുക? 50 യൂണിറ്റ് ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു T½ കൂടെ കഴിയുമ്പോൾ 25 യൂണിറ്റ് ബാക്കി ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം 75% കംപ്ലീറ്റ് ആയിന്ന. 75% കംപ്ലീറ്റ് ആവാൻ 2 T½ ടൈം എടുക്കും. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ എനിക്ക് ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചൂടെ? നോക്കിയേ, T75% ഈസ് 1.386 അവർ. അതിനെ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക? 1.386നെ 3600 കൊണ്ട് മൾട്ടിപ്ലൈയിങ് ബൈ 1.386 into 60 minutes into 60 seconds. So ഈ വാല്യൂ വരിക 4989.6 സെക്കൻഡ് എന്നാ വരിക. ഇത് 75% കംപ്ലീറ്റ് ആവാനുള്ള സമയം. അങ്ങനെയാണെങ്കിൽ 50% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം, ദാറ്റ് ഈസ് ബേസിക്കലി T½ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 4989.6ന്റെ പകുതി. നമ്മൾ ഈ റിലേഷൻ യൂസ് ചെയ്തു. സോ നമുക്ക് ആ വാല്യൂ വരിക എത്രയാണെന്നറിയോ? 2494.8 എന്ന് വരിക. 2494.8 പിന്നെ സെക്കൻഡ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? K വാല്യൂ. അതെങ്ങനെ കണ്ടുപിടിക്കുക? 0.693 ഡിവൈഡഡ് ബൈ T½ എന്നുള്ള ഇക്വേഷൻ ഇടാം.
അല്ലെങ്കിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/k എന്നല്ലേ, ഇങ്ങനെ എഴുതാം. സോ 0.693 ഡിവൈഡഡ് ബൈ 2494.8 എന്ന് വരും. ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. കാൽക്കുലേഷൻ ഒരു ലേശം ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. 0.693 ഡിവൈഡഡ് ബൈ 2494.8, ഈ വാല്യൂ വരിക 0.000277 എന്നാണ് വരിക. സോ 0.000277, ഇതിന് എനിക്ക് എന്ത് ചെയ്യാം, 2.77 into 10⁻⁻4 എന്ന് എഴുതിക്കൂടെ. സോ ദ ക്ലോസസ്റ്റ് ആൻസർ ദാറ്റ് യു ക്യാൻ ചൂസ് ഹിയർ വിൽ ബി ഓപ്ഷൻ 2. 2 ആയിരിക്കും ഇവിടുത്തെ ക്ലോസസ്റ്റ് ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 63ാമത്തെ ചോദ്യം നോക്കിയേ. ഓക്സിഡൈസിങ് പവർ ഏറ്റവും കൂടിയ ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഓക്സിഡൈസിങ് പവറിന്റെ ആ ഒരു ഓർഡർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം, നമ്മളിത് DNF ബ്ലോക്കിലൊക്കെ പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് E0 വാല്യൂ NCERT കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് KMnO4 അല്ലേ, പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിരിക്കും വരിക, പിന്നെ ആയിരിക്കും VO2+ വരിക. അപ്പൊ ഈ ഒരു ഓർഡർ ശരിയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഏതേ വരുള്ളൂ, ഓപ്ഷൻ 1 വരാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. അടുത്ത 64ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ഷോ ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആർക്കാ? അത് ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾക്ക് മാത്രമാണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കാൻ പറ്റുക. NO2- നൈട്രജൻ വഴിയും ഓക്സിജൻ വഴിയും ലിങ്ക് ഉണ്ടാക്കാം. SCN- സയോസയനേറ്റ് സൾഫർ വഴി നൈട്രജൻ വഴിയും ബോണ്ട് ചെയ്യാം. CN- കാർബൺ വഴിയും നൈട്രജൻ വഴിയും ബോണ്ട് ചെയ്യാം. പക്ഷെ അമോണിയ എന്ന് പറയുന്നത് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണോ? അല്ല. നോട്ട് ആൻ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്, നോട്ട് ആംബിഡെന്റേറ്റ്. അപ്പോ നോ ലിങ്കേജ് ഐസോമറിസം. ഇവിടെ നമുക്ക് ലിങ്കേജ് ഐസോമറിസം ഉണ്ടാവില്ല. So the answer option is 4. Okay, moving on to question number 65. Which of the following is correct? അപ്പോൾ ഇത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ്. നമ്മുടെ ലിഗാൻഡുകളുടെ സ്ട്രെങ്ത്തിന്റെ ഓർഡർ, നമ്മുടെ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് പ്രകാരമുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലിഗാൻഡ് എന്ന് പറയുന്നത് CO ആണ്. CO കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് CN- ആണ്. CN- കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ വരാൻ പാടുള്ളൂ. അപ്പോൾ F- ഇത് ഈ രണ്ടെണ്ണം നമുക്ക് ഒഴിവാക്കാം. CN- ഈസ് മോസ്റ്റ് പവർഫുൾ ഹിയർ. തന്നിരിക്കുന്നത് CN- ആണ് ഏറ്റവും പവർഫുൾ. പിന്നെ അടുത്ത വരിക, പിന്നെ അടുത്ത ആരാ, അടുത്തത് വരിക C2O4 ആണ് പിന്നെ വരിക, പിന്നെ F-, പിന്നെയാണ് SCN- ഒക്കെ വരിക. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരിക ഏതായിരിക്കും വരിക? അപ്പൊ നമ്മുടെ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ CO ആണ്, പിന്നെ CN, then NS3, അങ്ങനെയല്ല ഓർഡർ പോവാ. പിന്നെ C2O4, അതൊക്കെ കഴിഞ്ഞിട്ടാണ് F- വരിക. സോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരിക ഓപ്ഷൻ 2 ആയിരിക്കും വരിക. 2 ഇസ് എ റൈറ്റ് ആൻസർ, സ്ട്രൈറ്റ് ഔട്ട് ഓഫ് NCERT. 66ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ ഫംഗ്ഷൻസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആനോഡും കാഥോഡും തമ്മിലൊരു കണക്ഷൻ വരിക എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാന്നുള്ളതാണ്. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല. രണ്ടാമത്തെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 1ഉം 2ഉം ഓക്കെയാണ്. ഇറ്റ് ഇൻക്രീസസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനാണോ നമ്മളിത് യൂസ് ചെയ്യുക? അല്ല. സോ ഇവിടെ കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട് ശരിയാണ്, മിനിമൈസിംഗ് ദ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ശരിയാണ്. രണ്ട് സൈഡിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതും കൂടെ വേണമെങ്കിൽ പറയാം. മെയിൻറ്റെയിനിങ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫങ്ഷൻസ് ആയിട്ട് പറയാം. പക്ഷേ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക അങ്ങനെ ഒരു ഫംഗ്ഷൻ ആർക്കില്ല? നമ്മുടെ സോൾട്ട് ബ്രിഡ്ജിനില്ല. ഇവിടുത്തെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബോത്ത് 1 and 2 ആണ്. 67ാമത്തെ ചോദ്യം. ബെൻസോയിക് ആസിഡ് അണ്ടർഗോ ഡൈമറൈസേഷൻ ഇൻ ബെൻസീൻ സൊല്യൂഷൻ. ദ വാൻ ഹോഫ് ഫാക്ടർ I ഈസ് റിലേറ്റഡ് ടു ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ X as. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ 1/n-1. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇവിടെ ഡിഗ്രി ഓഫ് അസോസിയേഷന് പകരം ആൽഫയ്ക്ക് വരെ ഇവിടെ യൂസ് ചെയ്യുന്നത് X എന്നാണ്. ഓക്കെ, I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന വേറൊരു കാര്യം ഡൈമറൈസേഷൻ എന്നാണ് പറയുന്നത്. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾ ചേർന്ന് ഒന്നാവുന്നു. സോ 1/n എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. 1/2 - 1 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. സോ X ഈക്വൽ ടു I-1 ബൈ -1/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? -1x/2 അല്ലെങ്കിൽ -x/2 ഈക്വൽ ടു I-1. 1 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു 1 - x/2 എന്ന് വരും. 1 - x/2 ഇതാണ് നമ്മുടെ റിലേഷൻ വരിക. സോ I ഈക്വൽ ടു 1 - x/2 എന്നുള്ള റിലേഷൻ എവിടെ വരുന്നത്? ഓപ്ഷൻ 3യിലാണ്. ആൻഡ് ദാറ്റ് വിൽ ബി യുവർ റൈറ്റ് ആൻസർ. 68ാമത്തെ ചോദ്യം നോക്കാം. നോക്കിയേ. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിൽവർ
is 0.8 and Cu2 plus is 0.34 volt respectively. These electrodes are connected through a salt bridge. Then ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്? ഇ നോട്ട് സെൽ എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കണം, റിഡക്ഷൻ നടക്കാൻ താല്പര്യമുള്ള ആളാരാ? ഇത് എ ജി പ്ലസ് ഗിവിംഗ് എ ജി റിഡക്ഷൻ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.8 വോൾട്ട്. Cu2 പ്ലസ് Cu അതും റിഡക്ഷൻ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.34 വോൾട്ട്. ഈ രണ്ട് വാല്യൂയും കമ്പയർ ചെയ്താൽ വലുത് ഏതാ? ഇത്. എന്ന് വെച്ചാൽ റിഡക്ഷൻ നടക്കാൻ കൂടുതൽ താല്പര്യമുള്ളത് സിൽവറിനാണ്. അപ്പൊ സിൽവർ ആയിരിക്കും ഇവിടെ ആര്? കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. സിൽവർ വിൽ ബി കാഥോഡ്, കോപ്പർ വിൽ ബി ആനോഡ്. കാരണം റിഡക്ഷൻ നടക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആളാണ് കാഥോഡ് വരിക. ദാറ്റ് വിൽ ബി സിൽവർ ഹിയർ. അതെങ്ങനെ മനസ്സിലായി? റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതൽ സിൽവറിനാണ്. അപ്പൊ സിൽവർ ആയിരിക്കും കാഥോഡ്, കോപ്പർ ആയിരിക്കും ആനോഡ്. ഇനി ഇ നോട്ട് സെല്ലിന്റെ വാല്യൂ എത്ര വരും? ഇ നോട്ട് സെൽ എന്ന് പറയുന്നത് ഇ നോട്ട് ഓഫ് കാഥോഡ് മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ് എന്നല്ലേ. കാഥോഡ് എന്ന് പറയുന്നത് സിൽവർ ആണ്, അതിന്റെ വാല്യൂ 0.8, ആനോഡിന്റെ വാല്യൂ 0.34, കോപ്പറിന്റെ വാല്യൂ. അപ്പൊ എത്ര വരിക? 0.46 എന്നല്ല വരിക, 0.46 വോൾട്ട് എന്നാ വരിക. അങ്ങനെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാ? വാട്ട് വിൽ ബി ദ റൈറ്റ് ആൻസർ ഹിയർ? 68ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ 3 ആയിരിക്കും. കോപ്പർ ഈസ് ആനോഡ്, സിൽവർ ഈസ് കാഥോഡ്, ഇ നോട്ട് സെൽ വിൽ ബി 0.46 വോൾട്ട്. ആൻസർ ഓപ്ഷൻ 3 is the right answer. Moving on to question number 69. The half-life of a reaction is halved as the initial concentration of the reactant is doubled. The order of reaction is. ഇതാണ് നമ്മുടെ ചോദ്യം. നല്ല ചോദ്യമാണ്. നമുക്കിവിടെ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഹാഫ് ലൈഫ് ഈസ് പ്രൊപ്പോർഷൻ ടു 1/A0 പവർ n-1. നമ്മളിത് പഠിക്കാറുണ്ട്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഹാഫ് ലൈഫ് പ്രൊപ്പോർഷൻ ടു എന്നിന്റെ വാല്യൂ 0 ആണെന്നിരിക്കട്ടെ. അപ്പൊ എന്ത് വരും? n വാല്യൂ 0 ആണെങ്കിൽ 1/A0 പവർ -1 എന്നും വരും. ഈ A0 പവർ -1 ന്യൂമറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ഇങ്ങനെ വരും. ഹാഫ് ലൈഫ് പ്രൊപ്പോർഷൻ ടു A0. ഇത് ആരുടെ കേസാ? 0 ഓർഡർ. ഇനി എന്നിന്റെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ. അപ്പൊ ഹാഫ് ലൈഫ് പ്രൊപ്പോർഷൻ ടു A0 പവർ 0 എന്നാ വരിക. എന്ന് വെച്ചാൽ ഇത് ഹാഫ് ലൈഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് ഫസ്റ്റ് ഓർഡർ. ഓക്കെ, ഇനി എന്നിന്റെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ. അപ്പൊ ഹാഫ് ലൈഫ് ഈസ് പ്രൊപ്പോർഷൻ ടു 1/A0 എന്ന് വരും. എന്ന് വെച്ചാൽ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അത് ആരുടെ കേസിലാ? സെക്കൻഡ് ഓർഡറിന്റെ കേസിലാ. ഇനി നമുക്ക് ഇതാ തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. ഹാഫ് ലൈഫ് പകുതിയായി കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഡബിൾ ആയി ഹാഫ് ലൈഫ് പകുതിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്ത് റിലേഷൻ? അത് ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? ആ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഓർഡറാ വരിക? സെക്കൻഡ് ഓർഡർ അല്ലേ വരിക? ദ റൈറ്റ് ആൻസർ ടു ചൂസ് വിൽ ബി ഓപ്ഷൻ 3. 3 ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. 0 ഓർഡറിന്റെ കേസിൽ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷനും പ്രൊപ്പോർഷനിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഇതാണ് കേട്ടോ. ഹാഫ് ലൈഫ് ഈസ് പ്രൊപ്പോർഷൻ ടു 1/A0 പവർ n-1. എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഹാഫ് ലൈഫ് പ്രൊപ്പോർഷൻ ടു A0 പവർ -1 എന്ന് മാത്രം വരും. ദാറ്റ് ഈസ് A0 എന്ന് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷനിലാണെന്നുള്ളതാണ് 0 ഓർഡർ. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ 1 - 1 0 എന്ന് വരും. എന്ന് വെച്ചാൽ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ യാതൊരു ബന്ധമില്ല ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ. ഇനി എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് 1/A0 പവർ 2 - 1 എന്ന് വരും. ദാറ്റ് വിൽ ബി 1/A0. എന്ന് വെച്ചാൽ ഹാഫ് ലൈഫും ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഇൻവേഴ്സ് റിലേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ഡബിൾ ആയാൽ ഇവിടെ പകുതിയാവും അല്ലെ. അപ്പൊ ആ കാര്യം ഇവിടെ പറയുന്നത് നോക്കിയേ. ഹാഫ് ലൈഫ് പകുതിയായി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡബിൾ ആവുമ്പോൾ ദാറ്റ് മീൻ ദാറ്റ് ഈസ് വി ആർ ടോക്കിംഗ് അബൌട്ട് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ആൻസർ ഓപ്ഷൻ ഈസ് 3. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 70 ഹിയർ. ദ ബോൺസ് പ്രസന്റ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ ആർ. അപ്പൊ നമുക്ക് ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ എന്ന് വരച്ച് നോക്കിയാലോ. ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ക്രോമേറ്റ് യൂണിറ്റുകൾ ഒരു ഓക്സിജൻ വഴി ലിങ്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന സാധനം. ദിസ് അവർ ഡൈക്രോമേറ്റ്. ഇതാണ് നമ്മുടെ ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന സാധനം. 2- ചാർജസ്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു സ്ട്രക്ചറിനെ ബേസിസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക നോക്കുക. ഈ കാണുന്ന 1, 2, 3, 4, 5, 6 ഈ കാണുന്ന 6 ബോണ്ടുകളും ഐഡന്റിക്കൽ ടൈപ്പുകളാണ്. 6 ഐഡന്റിക്കൽ ബോണ്ട്സ്. അതോടുകൂടെ ഒരു CR ബോണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ 4 ഇക്വലന്റ് CRO ബോണ്ടുകളാണോ? അല്ല, 6 ഇക്വലന്റ് CRO ബോണ്ടുകളാണ്. 6 ഇക്വലന്റ് CRO ബോണ്ട്. ഒരു OO ബോണ്ട് ഉണ്ടോ? OO ബോണ്ട് ഇല്ല. ദിസ് ഇസ് റോങ്. CR ബോണ്ട് ഉണ്ടോ? ഇല്ല. 6 ഇക്വലന്റ് CRO bonds and 1 CR/OCR bond is correct. 4 അല്ല ഇവിടെ ശരി. So the right answer option is 4. 71ാമത്തെ ചോദ്യം. Which of the following complex is not showing geometrical isomerism എന്നുള്ളതാണ് ചോദ്യം. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റാത്തത് ആര്? നോക്കടാ. ഒന്നാമത്തെ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് MA4B2 എന്നുള്ള ടൈപ്പിലാണ്.
എന്ന് വെച്ചാൽ ഒരു മെറ്റൽ ആറ്റം 4 ലിഗാൻഡ് ഒരുപോലെ 2 ലിഗാൻഡ് ഒരുപോലത്തെ ടൈപ്പ്. ഇവിടെ നമുക്ക് സിസ് ആൻഡ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. വി ക്യാൻ ഹാവ് സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ഇൻ ദിസ് കേസ്. നമ്മുടെ ഓപ്ഷൻ 2 നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. M(A2B4) അതായത് 2 ലിഗാൻഡ് ഒരുപോലെ ബാക്കി 4 ലിഗാൻഡ് ഒരുപോലെ. ഇപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ടാവും? സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. സിസ് ട്രാൻസ്. ഓക്കെ. മൂന്നാമത്തെ മോളിക്യൂൾ നോക്കുക, എല്ലാ ലിഗാൻഡും ഒരുപോലെയാണ്. അത് ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡുകളാണ്. ബൈഡന്റേറ്റ് ലിഗാൻഡുകൾ എല്ലാം ഒരുപോലെയാണെങ്കിൽ, എല്ലാ ലിഗാൻഡും ഒരുപോലെയാണെങ്കിൽ എങ്ങനെയാ സിസ് ട്രാൻസ് ഐസോമറിസം ഉണ്ടാവുക? ഇവിടെ ഐസോമറിസം ഉണ്ടാവില്ല. അത് മാത്രമല്ല ഡോണർ ആറ്റങ്ങളെല്ലാം ഒരുപോലെയാണ്. ഓക്സലേറ്റിനകത്ത് ഓക്സിജനാണ് ഡോണർ ആറ്റം. എല്ലാ ഡോണർ ആറ്റങ്ങളും ഒരുപോലെയാണെങ്കിൽ ഓക്കെ, നമ്മൾ സിസും ട്രാൻസും അല്ലെങ്കിൽ ഫേഷ്യൽ മെറിഡിയോണലൊക്കെ പറയുന്നത് എങ്ങനെയാ? റിലേറ്റീവ് പൊസിഷൻ അനുസരിച്ചാണ്. എല്ലാ ബോണ്ടുകളും എല്ലാ ലൊക്കേഷൻസും എല്ലാ ഡോണർ ആറ്റം ഒരുപോലെയാണെങ്കിൽ അവിടെ ഐസോമറിസം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഐസോമറിസം ഇല്ല. നാലാമത്തേൽ നമുക്കിതാ M(A3B3) ടൈപ്പാ. 3 ലിഗാൻഡുകൾ ഒരുപോലെ 3 ലിഗാൻഡുകൾ വേറെ ടൈപ്പ്. ഇവിടെ നമുക്ക് ഫേഷ്യൽ മെറിഡിയോണൽ ടൈപ്പ് ഐസോമറിസം പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റാത്ത ആരാ? ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ടു ചൂസ് ഇസ് ഓപ്ഷൻ 3. ഓക്കെ. സോ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? 72ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ ഹിയർ വി ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ 72. ഓക്കെ. 2 റിയാക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള കാര്യം എന്നാണ് ചോദ്യം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ സെലക്ട് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ് ഇൻ റിയാക്ഷൻ 2 ആണോ നോക്കിയാലോ? ക്ലോറിൻ ഇവിടെ എലമെന്റൽ സ്റ്റേറ്റ് 0യിൽ നിന്ന് -1ലേക്ക് മാറി. അപ്പൊ 0യിൽ നിന്ന് -1ലേക്ക് റിഡക്ഷൻ അല്ലേ സംഭവിക്കുക? സോ ദിസ് ഈസ് ആക്ച്വലി ട്രൂ സ്റ്റേറ്റ്മെന്റ്. ബി, ബ്രോമിൻ അണ്ടർഗോ ഓൺലി റിഡക്ഷൻ ഇൻ റിയാക്ഷൻ 1 ആണോ നോക്കിയേ. 0യിൽ നിന്ന് HBr ആകുമ്പോൾ -1, HBrO ആകുമ്പോൾ +1 എന്ന് വെച്ചാൽ ഇവിടെ ഓൺലി റിഡക്ഷൻ ആണോ? അല്ല, ഓക്സിഡേഷനും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ റിയാക്ഷൻ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനാണ്. സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സി സ്റ്റേറ്റ്മെന്റ് നോക്കുക. ബ്രോമിൻ അണ്ടർഗോ ഓൺലി ഓക്സിഡേഷൻ ഇൻ റിയാക്ഷൻ 2. നോക്ക്, HBrOയിൽ ബ്രോമിന്റെ ഓക്സിഡേഷൻ +1 ആണ്. BrO3- ആകുമ്പോൾ അത് +5ലേക്ക് മാറുന്നുണ്ട്. Br 0ലേക്ക് വരുന്നുണ്ട്. നോക്കി, ബ്രോമിനോടെ +1 നിന്ന് +5 ആവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ റിയാക്ഷൻ എന്താണ്? ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. അപ്പൊ രണ്ടും ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. അപ്പോൾ ബ്രോമിൻ അണ്ടർഗോ ഓൺലി ഓക്സിഡേഷൻ ആണ്, അതും തെറ്റാ. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാ? എ മാത്രമാണ് ശരി. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ വിൽ ബി 1. 73ാമത്തെ ചോദ്യം നോക്കാം. 1 mole of liquid A and 2 mole of liquid B make a solution having total vapor pressure 42 torr. Vapor pressure of pure A and pure B are 45 and 36 respectively. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് കാണിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡാറ്റ. ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? PA0XA പ്ലസ് PB0 XB. PA0ന്റെ വാല്യൂ നമുക്ക് എന്തുണ്ട്? PA0 എത്രയാ? 45. PB0 എത്രയാ? 36. ഓക്കെ, പ്യുവർ എയുടെയും പ്യുവർ ബിന്റെയും. ഇനി XA എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എത്രയാ? 1 mole of A ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. എയുടെയും ബിന്റെയും കൂടെ കൂട്ടുക. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് ബി എത്രയായിരിക്കും വരിക? എ 1 മോളും ബി 2 മോളും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 3. 1/3 ആണ് XA. അപ്പൊ XB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2/3 ആയിരിക്കും. കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 വരണ്ടേ? XAയും XBയും കൂടെ കൂട്ടുമ്പോൾ 1 വരണം. ഇത് 1/3 ആണെങ്കിൽ ബാക്കി മറ്റേത് 2/3 ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പി ടോട്ടൽ കണ്ടുപിടിക്കാം. പി ടോട്ടൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? PA0ന്റെ വാല്യൂ 45 × 1/3 ആൻഡ് ഇത് 36 × 2/3. ഓക്കെ, 45 × 1/3 എന്ന് പറഞ്ഞാൽ 15 ആണ്. 36 × ഇത് 36/3 12 × 2 അല്ലെ? 12 × 2. സോ 15 + 24 എന്ന് വരും. 15 24 കൂട്ടി എത്ര വരിക? 39 എന്ന് വരും അല്ലെ? 39. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ആയിട്ട് നോക്കണം. അതായത് റൗൾസ് ലോ പ്രകാരം വരേണ്ട ടോട്ടൽ പ്രഷർ 39. റൗൾസ് ലോ പ്രകാരം വരേണ്ട ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 39. പക്ഷെ റിയാലിറ്റിയിലുള്ള പ്രഷർ എത്ര നോക്കിയേ? ടോട്ടൽ വേപ്പർ പ്രഷർ 42 ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒബ്സർവ്ഡ് പ്രഷർ P observed is greater than P calculated.
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷർ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതൊരു പോസിറ്റീവ് ഡീവിയേഷനാണ്. ഐഡിയൽ അല്ല, നെഗറ്റീവ് ഡീവിയേഷൻ അല്ല, പോസിറ്റീവ് ഡീവിയേഷനാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്ത് അസിയോട്രോപ്പാ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അല്ലേ? നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. ഓക്കെ, ടോട്ടൽ വോളിയം ലെസ് ദാൻ ദ സം അല്ല, പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ വോളിയം കൂടുക ചെയ്യാം. സോ ടോട്ടൽ വോളിയം വിൽ ബി മോർ ദാൻ ദ ഇൻഡിവിജ്വൽ വോളിയം എന്നാണ് വരേണ്ടത്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ലെസ് ദാൻ എന്നല്ല വരേണ്ടത്, മോർ ദാൻ എന്നാണ് വരേണ്ടത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ. നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് പ്രഷറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി, ഒബ്സർവ്ഡ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വൺ. റൗൾസ് ലോ പ്രകാരമുള്ള പ്രഷർ ഇത്ര വരാൻ പാടുള്ളൂ, പക്ഷെ അതിൽ കൂടുതൽ പ്രഷർ ഉണ്ട്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഡീവിയേഷൻ. 74ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? നോക്കിയേ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ട. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയാം. നമ്മൾ ചെയ്യേണ്ട എന്താ, ഇതിന് 1, 2, 3 എന്നുള്ള 3 റിയാക്ഷനുകളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. 1, 2, 3 ഈ റിയാക്ഷനുകൾ തമ്മിൽ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇവർ തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. 1ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 2 കിട്ടുന്നില്ലെന്ന് നോക്കി. 1ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 2 കിട്ടുന്നില്ലേ? നിങ്ങൾ നോക്കി, 1 + 3 ഈസ് ഗിവിംഗ് 2. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്നാമത്തെ റിയാക്ടൻ സൈഡിൽ Fe2+ ഉണ്ട്, 2 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ Fe3+. ഞാൻ എല്ലാം ഒന്ന് എഴുതാം. Fe2+ + 2 ഇലക്ട്രോൺ Fe3+ + 1 ഇലക്ട്രോൺ ഓക്കെ ഈസ് ഗിവിംഗ് Fe + Fe2+. Fe and Fe2+. നോക്കി, രണ്ട് സൈഡിലുള്ള Fe2+ നമുക്ക് കട്ട് ചെയ്ത് കളയാം. Fe2+ കട്ട്. ബാക്കിയുള്ള നോക്കി, Fe3++ 3 ഇലക്ട്രോൺ ഈസ് ഗിവിംഗ് യു Fe എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ റിയാക്ഷൻ. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടി. റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഫസ്റ്റ് റിയാക്ഷൻ പ്ലസ് തേർഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സെക്കൻഡ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇതിൽ ΔG അപ്ലൈ ചെയ്യണം. ΔG ഓഫ് ദ ഫസ്റ്റ് വൺ പ്ലസ് ΔG ഓഫ് ദ തേർഡ് വൺ ഈക്വൽ ടു ΔG ഓഫ് ദ സെക്കൻഡ് വൺ. ΔGയുടെ ഇക്വേഷൻ എന്താ? -N1 FE1 പ്ലസ് -N2FE3 ഈസ് ഈക്വൽ ടു N2 അല്ല N3 അല്ല, ഇത് N3FE3 ഈക്വൽ ടു -N2FE2. ഓക്കെ, ഇത് ഫസ്റ്റിൻ്റെത്, ഇത് തേർഡിൻ്റെത്, ഇത് സെക്കൻഡിൻ്റെത്. എല്ലാത്തിലും മൈനസും എഫും നമുക്ക് വേണേൽ കട്ട് ചെയ്ത് കളയാം അല്ലേ? എല്ലാ ടേമിലും ഇതുണ്ട്, നമുക്ക് അത് വേണേൽ കട്ട് ചെയ്ത് കളയാം. യു ക്യാൻ കട്ട് ദ ടേം -, -, F. ബാക്കി ഉണ്ടാകുന്ന റിലേഷൻ ഇത്ര ഉണ്ടാവുള്ളൂ. N1E1 പ്ലസ് N3E3 ഈസ് ഈക്വൽ ടു N2E2. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഈ E3 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അവിടുത്തെ ഈ വാല്യൂ -0.44. മൂന്നാമത്തെ റിയാക്ഷനിൽ 1 ഇലക്ട്രോൺ ആണ് ഇൻവോൾവ്. നോക്കണേ, ഒന്നാമത്തെ റിയാക്ഷനിൽ 2 ഇലക്ട്രോൺ, അതിന്റെ ഈ വാല്യൂ -0.44. മൂന്നാമത്തെ റിയാക്ഷനിൽ 1 ഇലക്ട്രോൺ, അതിന്റെ ഈ വാല്യൂ നമുക്ക് അറിയില്ല, അതിന് E എന്ന് തന്നെ കൊടുക്കാം. മൂന്നാമത്തെ റിയാക്ഷനിൽ രണ്ടാമത്തെ റിയാക്ഷനിൽ 3 ഇലക്ട്രോൺ ഉണ്ട്, അതിന്റെ ഈ വാല്യൂ -0.036. സോ 3 × -0.036. നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഈ വാല്യൂ ഈക്വൽ ടു 3 × -0.036. ഇത് -0.88 എന്ന് വരും, അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ +0.88 എന്നാവും. അപ്പൊ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. വാട്ട് വിൽ ബി ദ വാല്യൂ കമ്മിങ് അപ്പ്? നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 0.772 എന്നാ വരും. 0.772. When you calculate this, the value will be coming out as 0.772. So നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം 4. 4 will be the right answer here. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഈ രീതിയിലുള്ള ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. തന്നിരിക്കുന്ന റിയാക്ഷൻസ് വെച്ച് നമ്മൾ റിലേഷൻ ഉണ്ടാക്കുക, അത് ΔGക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ΔG ഓഫ് ഇവിടെ 1ഉം 3ഉം കൂടെ ചേർത്താൽ 2 എന്ന് കിട്ടും. സോ ΔG ഓഫ് ഫസ്റ്റ് വൺ പ്ലസ് തേർഡ് വൺ ഈക്വൽ ടു ΔG ഓഫ് സെക്കൻഡ് വൺ. ΔGയുടെ ഇക്വേഷൻ -NFECell എന്നല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എല്ലാ ടേമിലും മൈനസും എഫും കോമൺ ആയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നു. NEയുടെ വാല്യൂസ് എല്ലാം പ്രോപ്പറായി നോക്കിയ ശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ ആയി. അടുത്ത 75ാമത്തെ ചോദ്യമാണ്. ഇതാ നോക്കുക, ചോദ്യം ഇവിടെ ഉണ്ട്. നോക്കിയേ, 3A + 2B + C ഗിവിംഗ് പ്രൊഡക്ട്സ്. നോക്കുക, നമ്മൾ ടേബിൾ ടൈപ്പ് ചോദ്യമാണ്. നമുക്കിവിടെ എന്ത് ചെയ്യണം? ഓരോ ആൾക്കാരുടെയും ഓർഡർ കണ്ടുപിടിക്കണം. നോക്കണേ, ഞാൻ എക്സ്പെരിമെന്റ് നമ്പർ 1, 2, 3, 4 എന്ന് എടുക്കുക. ഇതിൽ എക്സ്പെരിമെന്റ് നമ്പർ 1ഉം 2 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, റേറ്റിൽ മാറ്റമില്ല, എയുടെ കോൺസെൻട്രേഷനിൽ മാറ്റമില്ല, ബിയുടെ കോൺസെൻട്രേഷനിൽ മാറ്റമില്ല, സിയുടെ കോൺസെൻട്രേഷൻ 0.01 0.015 ആക്കി. എന്ന് വെച്ചാൽ
സിയുടെ കോൺസെൻട്രേഷൻ കൂടി, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ നിന്നു. സിയുടെ കോൺസെൻട്രേഷൻ കൂടി, റേറ്റിൽ ഒരു മാറ്റവും ഇല്ല. സിയുടെ അപ്പൊ ഞാനിവിടെ 1ഉം 2ഉം കൺസിഡർ ചെയ്യണേ. അപ്പോൾ സിയുടെ കോൺസെൻട്രേഷൻ കൂടി, റേറ്റ് നോ ചേഞ്ച്. അതിന്റെ അർത്ഥം എന്താ? റേറ്റിൽ ചേഞ്ച് ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം സിയുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. ദാറ്റ് മീൻസ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു സി ഈ 0. സിയുടെ ഓർഡർ 0 ആണ്. ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. കാരണം സിയുടെ ഓർഡർ 0 എന്ന് പറയുന്ന ആകെ 1, 3, 4 ഓപ്ഷൻസ് ആണ്. അടുത്ത നമുക്ക് എന്തെടുക്കാം? തൽക്കാലം നമുക്ക് ഇനി സി നെഗ്ലക്ട് ചെയ്യാം. കാരണം സിയുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് മനസ്സിലായി. സിനെ നെഗ്ലക്ട് ചെയ്യാം. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ രണ്ടുപേരും എടുക്കാം. നോക്കിയേ, എക്സ്പെരിമെന്റ് നമ്പർ 2ഉം 3ഉം എടുക്കാം. ലെറ്റ്സ് ടേക്ക് എക്സ്പെരിമെന്റ് നമ്പർ 2 and 3. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, റേറ്റ് 5 × 10⁻³ ഡബിൾ ആണ് 1 × 10⁻². സോ എയുടെ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെയുണ്ട്. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. ബിയുടെ കോൺസെൻട്രേഷൻ 0.005 എന്ന് 0.01 ആയി. എന്ന് വെച്ചാൽ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾഡ്. സോ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾഡ്. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി. അപ്പൊ റേറ്റ് എത്ര മടങ്ങായി നോക്കിയേ? റേറ്റ് 5 × 10⁻³ ഡബിൾ ആണ് 1 × 10⁻². സോ റേറ്റ് ഡബിൾ. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി, റേറ്റ് ഡബിൾഡ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? കോൺസെൻട്രേഷൻ ഓഫ് ബി അതും റേറ്റും പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞൂടെ? സോ റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി. ബി പവർ 1 അല്ലെ ബി. അപ്പോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്തായിരിക്കും? ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഗോയിങ് ടു ബി 1. ബിയുടെ ഓർഡർ 1 വേണം വരാൻ. ഇവിടെ 2, 2 എന്നാണ്. നമുക്ക് ആ 2 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ എലിമിനേറ്റ് ദീസ് ഓപ്ഷൻസ്. പിന്നെ ആകെ ബാക്കിയുള്ള ഒരേ ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ്. സോ ദാറ്റ് വിൽ ബി അവർ ആൻസർ. എന്നാൽ ഇനി എയുടെ കോൺസെൻട്രേഷനോട് നമുക്ക് നോക്കണ്ടേ? അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് നോക്കിക്കേ. ഐ ആം ഗോയിങ് ടു ടേക്ക് ദ റിയാക്ഷൻസ്. ഇതുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് നമ്പർ 2 and 4 എടുത്തു. കാരണം സിയുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് അല്ലെന്നറിയാം. 2ൽ നിന്ന് 4ലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയേ, നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് 4-1 മാറുന്നു. 4-1. 5 × 10⁻³ 4-1 1.25 × 10⁻³. എയുടെ കോൺസെൻട്രേഷൻ പകുതി ആവുന്നുണ്ട് ഇവിടെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സോ ഐ എം ടേക്കിംഗ് എക്സ്പെരിമെന്റ് നമ്പർ 2 and 4. കോൺസെൻട്രേഷൻ ഓഫ് എ ഹാഫ്സ് പകുതിയാവുന്നു. റേറ്റ് ബിക്കം 1/4. കോൺസെൻട്രേഷൻ ഓഫ് എ പകുതിയായി, അപ്പോൾ റേറ്റ് എത്രയായി? 1/4 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം കേട്ടോ. 4ൽ നിന്ന് 2ലേക്ക് ആലോചിച്ച് നോക്ക്. യു ക്യാൻ തിങ്ക് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാ കുറച്ചുകൂടെ കൺവീനിയന്റ് ആവുക. 4 to 2 ആലോചിച്ച് നോക്കിയോ. 4 to 2, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആലോചിക്കുക. ഇവിടെ നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ആലോചിക്കുക. എയുടെ കോൺസെൻട്രേഷൻ ഇവിടേക്ക് ഡബിൾ ആയി. 4ൽ നിന്ന് 2ലേക്ക് ആലോചിക്കുകയാണെങ്കിൽ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി, റേറ്റ് 4 മടങ്ങായി. റേറ്റ് 4 മടങ്ങ്. അപ്പോൾ 4 to 2 ആലോചിക്കുക. 4 to 2 ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കോൺസെൻട്രേഷൻ ഓഫ് എ ഡബിൾഡ്, റേറ്റ് ബിക്കം 4 times. അപ്പോൾ റേറ്റും കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയറും പ്രൊപ്പോർഷൻ അല്ലേ വരിക? ഇവിടെ 2 മടങ്ങാക്കി, കോൺസെൻട്രേഷൻ ഓഫ് 2 മടങ്ങാക്കി, 2², റേറ്റ് 4 മടങ്ങായി. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് റിലേഷൻ. സോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എന്ത് വരും? 4 വിൽ ബി ദ റൈറ്റ് ആൻസർ ഹിയർ. നമ്മൾ ടേബിൾ മെത്തേഡോട് ചോദ്യമാണിത്. സോ യു ക്യാൻ ഈസിലി ഡു ഇറ്റ് അല്ലെ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 76. നോക്കുക, ഈ ഒരു ഇക്വിലിബ്രിയം വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. നമ്മളിത് പ്രിപ്പറേഷൻ ഓഫ് ഡൈക്രോമേറ്റിൽ പഠിക്കുന്ന ഒരു കാര്യം. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഇതാണ്. 2Cr, അതായത് ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കാൻ നമ്മൾ ചെയ്യുക അസിഡിക് മീഡിയം ഇടുക. Cr2O7 - ആക്കാൻ, അതായത് ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കാൻ അസിഡിക് മീഡിയം വേണം. അപ്പൊ ആ കാര്യം ഞാനിവിടെ എഴുതുവാണേ. ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കാൻ അസിഡിക് മീഡിയം വേണം. ഞാൻ ആരോ മാർക്ക് നോക്കുകയാണെ. ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കാൻ അസിഡിക് മീഡിയം വേണം. അപ്പൊ ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആക്കാൻ എന്ത് വേണം? ബേസിക് മീഡിയം വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആക്കുക എന്നുള്ളതാണ് ഇക്വിലിബ്രിയത്തെ വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ടുവേർഡ്സ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ അതിന് ഏത് മീഡിയം വേണ്ടേ? അസിഡിക് മീഡിയം ആണോ വേണ്ടേ? ബേസിക് മീഡിയം ആണോ വേണ്ടേ? ബേസിക് മീഡിയം അല്ലേ വേണ്ടേ? ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആക്കി മാറ്റാൻ നമുക്ക് വേണ്ടത് ബേസിക് മീഡിയം ആണ്. നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കാൻ അസിഡിക് മീഡിയം വേണം. അപ്പോൾ ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആക്കാനോ ബേസിക് മീഡിയം വേണം. സോ വാട്ട് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് 2 ഹിയർ. 77ാമത്തെ ചോദ്യം നോക്കാം. നോക്കിയേ,
The crystal field splitting energy for octahedral and tetrahedral complex are related as. Direct out of NCERT ആണ്. നമുക്കറിയാം ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗിലുള്ള CFSE എന്ന് പറയുന്നത് 4/9 ടൈംസ് ഓഫ് octahedral splitting energy ആണ് നമുക്കറിയാം. So the right answer option is nothing but option 1 here. Direct question ആണ്, വേറെ ഒന്നുമില്ല. 78ാമത്തെ ചോദ്യം നോക്കാം. Activation energy EA and rate constant K1 K2 for a chemical reaction at 2 different temperatures. എടാ നമ്മുടെ അറീനിയസ് ഇക്വേഷന്റെ 2 ടെമ്പറേച്ചർ മോഡൽ, അറീനിയസ് ഇക്വേഷന്റെ 2 ടെമ്പറേച്ചർ മോഡൽ എങ്ങനെ എഴുതാം? ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, ln K2/K1 is equal to minus EA/R 1/T2 minus 1/T1 എഴുതാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ മൈനസ് അതിനുള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ ln K2/K1 EA/R 1/T1 minus 1/T2 എന്ന് എഴുതാം. മൈനസ് അതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ, ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്തായാലും ഇവിടെ 1/T2 പ്ലസ് എന്നല്ല വരിക. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഔട്ട്. ഇതെന്തായാലും നമുക്ക് രണ്ടും ഒഴിവാക്കാം. ചിലർ ഇങ്ങനെ ആയിരിക്കും പഠിക്കുക, log K2/K1. അപ്പൊ ഇവിടെ 2.303 ഉണ്ടാവില്ലേ? ln ലോഗ് ആക്കണതിന് 2.303 ഉണ്ടാവില്ലേ? അപ്പൊ ചിലപ്പോൾ അങ്ങനെ പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ln എന്നുള്ള ഫോമിൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. 2.303 എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ 2R എന്ന് ഒരിക്കലും എഴുതാറില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് R. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതാ വരിക? 2 ഇസ് റൈറ്റ് ആൻസർ. 2 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 2 ടെമ്പറേച്ചർ മോഡലിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്. ആൻസർ ഓപ്ഷൻ ഇസ് 2. 79ാമത്തെ ചോദ്യം നോക്കാം. ദ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് pH3. ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ വിൽ ബി. ഓക്കെ. സോ നമുക്കിവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പറ്റിയാണ് പറയുന്നത്. pH3 എന്ന് പറയുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ വുഡ് ബി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിയാക്ഷൻ എഴുതി നോക്കാം. H+ അയോൺ പ്ലസ് 1 ഇലക്ട്രോൺ ഗിവിംഗ് യു half H2. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ ഇക്വേഷൻ. നമ്മൾ നോൺസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ E = E0 മൈനസ് 0.0591 എന്ന് എടുക്കാമെന്ന് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. 0.059 എന്ന് എടുക്കാം. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ 1 ആണ് അല്ലെ, നമ്പർ ഓഫ് ഇലക്ട്രോൺ n എന്ന് എടുക്കാം. ലോഗ് പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഉള്ളത്, പ്രഷർ ഓഫ് ഹൈഡ്രജൻ പവർ ഹാഫ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഹൈഡ്രജൻ ഇലക്ട്രോണിനെ സംബന്ധിച്ച് E0 വാല്യൂ എത്ര വരിക? E0 വിൽ ബി 0.0591. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ എത്രയാ? 1 ആണ്. സോ 1 ലോഗ് ഓഫ് ഹൈഡ്രജന്റെ പ്രഷറിനെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല. സോ ടേക്ക് ഇറ്റ് ആസ് 1. ഇഫ് നത്തിങ് ഈസ് മെൻഷൻ ടേക്ക് ഇറ്റ് ആസ് 1. H+ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? pH3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നെഗറ്റീവ് ലോഗ് ഓഫ് H+ അയോൺ എന്ന് പറഞ്ഞാൽ അത് 3 അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ എന്ത് വരും? ആന്റി ലോഗ് ഓഫ് -3 വരും. ദാറ്റ് വിൽ ബി 10⁻³ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലോഗ് ഓഫ് 1/10⁻³ എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് 10⁻³ എന്ന് വരും അല്ലെ? അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10⁻³ എന്ന് വരും. സോ ഈ ഒരു വാല്യൂ 10⁻³ ന്യൂമറേറ്ററിലേക്ക് വന്നാൽ 10⁻³ -3 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ +3 ആവും. ലോഗ് 10⁻³ എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഓവറോൾ ഇക്വേഷൻ വരും -0.059 into 3 എന്ന് വരും. into 3. സോ വാല്യൂ വിൽ ബി -1.77 വോൾട്ട് എന്നായിരിക്കും വരിക. ആൻസർ ഓപ്ഷൻ ഈസ് 3. വാല്യൂ മൈനസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആൻസർ ഈസ് 3. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റൻ നമ്പർ 80. ദ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ഈസ് 0. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. നമുക്കറിയാം K ഈസ് ഈക്വൽ ടു അറീനിയസ് ഇക്വേഷൻ പ്രകാരം K ഈസ് ഈക്വൽ ടു AE പവർ - EA/RT എന്നാണ് അല്ലേ? നിങ്ങൾ പറയുന്ന നോക്കി ആക്ടിവേഷൻ എനർജി 0 ആയി എന്ന് വെച്ചാൽ K ഈസ് ഈക്വൽ ടു AE പവർ 0 എന്ന് വരും. എന്ന് വെച്ചാൽ നോക്കുക, ഈ ടേം 0 ആണെങ്കിൽ K ഈസ് എ കോൺസ്റ്റന്റ് A എന്ന് വരും. K ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ K എന്ന് പറഞ്ഞ വാല്യൂ ഇനി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. K ഈസ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ആക്ടിവേഷൻ എനർജിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവണം. ഈ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഈ മൊത്തം ടേം പോയി. പിന്നെ K ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് മാത്രമേ ഉള്ളൂ, അറീനിയസ് കോൺസ്റ്റന്റ്. ഇവിടെ എനിക്ക് എന്ത് പറയാം? ആക്ടിവേഷൻ എനർജി 0 ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. ആൻസർ ഓപ്ഷൻ ഈസ് 4. 4 is the right answer. 81. ലാന്തനോഡ് കൺട്രാക്ഷൻ ഇംപ്ലൈസ്. ലാന്തനോഡ് കൺട്രാക്ഷൻ എന്താ പറയുന്നത്? കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ആണോ? അല്ല. കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ മാസ് ആണോ? അല്ല. കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ റേഡിയോ ആക്റ്റീവ് ആണോ? അല്ല. കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ സൈസ് അല്ലെങ്കിൽ റേഡിയസ് ആണ് അല്ലെ? സോ വേറെ ഒന്നും ആലോചിക്കാനില്ല. ഇറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ 3. കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ സൈസ്. 82. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കോംപ്ലക്സ് ഇൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട് വരുന്ന ആൾ ആരാണ്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട് വരുന്ന ആളാരാണ്? സോ ലെറ്റ്സ് ട്രൈ. ഇവിടെ നമുക്ക് ഞാൻ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ NiNS3 6 ടൈംസ് എടുക്കുക. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഞാൻ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം.
നിക്കലിന്റെ കേസിനകത്ത് നിക്കലിന്റെ ആറ്റോമിക് നമ്പർ 28 കോൺഫിഗറേഷൻ വരിക 3d8 4s2 എന്നാ വരിക. ഓക്കെ, നിക്കലിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നോക്കുക, NS3 NS3യുടെ ചാർജ് 0 ആണ്, ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് NIയുടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് വരിക +2 എന്നാ വരിക. അപ്പൊ കോൺഫിഗറേഷൻ എന്ത് വരും? 3d8 എന്ന് വരും. അപ്പൊ നമുക്ക് 3d8 കോൺഫിഗറേഷൻ വരച്ചു നോക്കിയാലോ. ഇതാണ് 3d8 കോൺഫിഗറേഷൻ വരിക. 1 2 3 4 5 6 7 8 ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ വരിക. സോ ഒന്നുകൂടെ വരയ്ക്കാം. 3d8 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ വരിക. നോക്കുക, 6 അമോണിയ ലിഗാൻഡുകളുണ്ട്, 6 ലിഗാൻഡുകളുണ്ട് എന്ന് വെച്ചാൽ 6 വേക്കന്റ് ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ 6 വേക്കന്റ് ഓർബിറ്റൽ ആവശ്യമാണ്. നമുക്കറിയാം അമോണിയ എന്ന് പറയുന്നത് ജനറലി ഒരു സ്ട്രോങ് ലിഗാൻഡാ. അമോണിയ എന്ന് പറയുന്നത് ജനറലി ഒരു സ്ട്രോങ് ലിഗാൻഡാ. ഇത് 3D ആണേ. 3Dയുടെ അപ്പുറത്തേക്ക് ആരുണ്ട്? 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഒക്കെ ഉണ്ട്. ഇവിടെ ഈ കാണുന്ന ഓർബിറ്റലെല്ലാം ഇവിടേക്ക് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് 6 ലിഗാൻഡ് വരുന്നുണ്ട്, 6 വേക്കന്റ് ഡി ഓർബിറ്റൽ വേണം. വേക്കന്റ് ഓർബിറ്റൽ വേണം, ഡി ഓർബിറ്റൽ വേണമെന്നില്ല, 6 വേക്കന്റ് ഓർബിറ്റൽ വേണം. നോക്കുക, NS3 ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോണിനെ വേണം നമുക്ക് പെയർ ചെയ്ത് നോക്കാം. ഈ ഇലക്ട്രോണിനെ പെയർ ചെയ്താലും നമുക്ക് നോക്കിയേ, ഇപ്പോഴും ഇവിടെ ഒരു വേക്കന്റ് ഡി ഓർബിറ്റലേ ഉള്ളൂ. അത് മതിയാവൂ? പോരാ. അപ്പൊ ഇവിടെ നമുക്ക് ഹൈബ്രിഡേഷൻ വരിക DsP3d എന്ന് വരും. അങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ പെയറിംഗ് കൊണ്ട് വേറെ ഒരു ഗുണമില്ല. പെയറിംഗ് നടത്തിയാലും നമുക്ക് 2 ഡി ഓർബിറ്റൽ ഇവിടെ അവൈലബിൾ ആക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ഹൈബ്രിഡേഷൻ എന്താവണം? D2sp3 എന്ന് വരണം, അല്ലെങ്കിൽ sp3d2 എന്ന് വരണം. കാരണം തന്നിരിക്കുന്ന ഓപ്ഷനിലെ എല്ലാ ആൾക്കാരും 6 കോർഡിനേഷൻ നമ്പറുള്ള ആളാണ്. എന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ മാത്രമേ തന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ ഹൈബ്രിഡേഷൻ D2sp3 ആവും, അല്ലെങ്കിൽ sp3d2 ആവും. D2sp3 ആവുമ്പോഴാണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആവുക. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആവുന്ന അപ്പോഴാണ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആവുന്ന എപ്പോഴാണ്? sp3d2ന്റെ കേസിലാണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആവുക. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തില്ല? ഇന്നർ ഓർബിറ്റൽ 2 ഡി ഓർബിറ്റൽ വേണം. 2 ഡി ഓർബിറ്റൽ അവൈലബിൾ ആവില്ല. നമ്മളിവിടെ പെയർ ചെയ്താൽ പോലും 2 ഡി ഓർബിറ്റൽ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ഹൈബ്രിഡേഷൻ നടക്കുക? sp3d2 ഹൈബ്രിഡേഷനെ നടക്കുള്ളൂ. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പെയർ ചെയ്തിരിക്കട്ടെ, ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പെയർ ചെയ്താൽ പോലും ഒരു ഡി ഓർബിറ്റൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് 2 ഡി ഓർബിറ്റൽ വേണം അല്ലെ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇവിടെ എന്തായാലും ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ദിസ് വിൽ ബി ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ബാക്കിയുള്ള കേസുകളെല്ലാം എടുത്തു നോക്കും. ബാക്കിയുള്ളതിൽ എല്ലാത്തിനകത്ത് നമുക്ക് 2 ഇന്നർ ഓർബിറ്റൽ അവൈലബിൾ ആവും. എല്ലാം സ്ട്രോങ് ലിഗാൻഡിന്റെ കേസാണ്. സ്ട്രോങ് ലിഗാൻഡ് അവിടെയൊക്കെ നമുക്ക് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. ഇത് മാത്രമായിരിക്കും ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട്. ഒരു ആൻസർ ഓപ്ഷൻ ഇസ് 2 ഹിയർ. Question number 83. Rate of formation of SO3 in the following reaction is 100 gram per minute. Hence the rate of disappearance of O2 is. നമുക്ക് എങ്ങനെ ഈ ചോദ്യം ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാം. നമുക്കിവിടെ O2നെയും SO3നെയും കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. കാരണം ചോദിച്ചിരിക്കുന്നത് dO2/dt ആണ്, തന്നിരിക്കുന്നത് dSO3/dt ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്. ഇതെന്താ തന്നിരിക്കുന്നത്? മാസിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നത്. മാസിനെ മോളാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. SO3യുടെ മോളാർ മാസ് എത്ര വരിക? സൾഫർ 32, ഓക്സിജൻ 16 × 3, അത് 48 + 32, ഇത് ടോട്ടൽ 80 വരും. ഓക്കെ, അപ്പൊ 100 gram per minute എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് ഹാഫ് ഇൻറ്റു 100/80 മാസ് ബൈ മോളാർ മാസ്. നൗ ഇറ്റ് ഈസ് മോൾ പെർ മിനിറ്റ്. ഗ്രാം പെർ മിനിറ്റ് മാറ്റി മോൾ പെർ മിനിറ്റ് ആക്കി. ഇവിടെ ഞാൻ ഓക്സിജന്റെ കേസ് എഴുതുമ്പോൾ ഞാൻ അതുപോലെ എഴുതുവാണേ. ഇവിടെ ഇപ്പോൾ വലത്തെ സൈഡിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? മോൾ പെർ മിനിറ്റ് ആണ്. അപ്പൊ ഇടതുവശത്ത് വരുന്നത് എന്തായിരിക്കും? മോൾ പെർ മിനിറ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ അതിനെ m/, ഓക്സിജന്റെ മോളാർ മാസ് 32 ഇങ്ങനെ എഴുതിക്കോട്ടെ, മോൾ പെർ മിനിറ്റ്. ഇതിൽ നിങ്ങൾക്ക് m വാല്യൂ കണ്ടുപിടിച്ചാൽ m എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ഓക്സിജനാണ്. അപ്പൊ നമുക്ക് മാസ് ഓഫ് ഓക്സിജൻ തന്നിരിക്കുന്ന നോക്കിയാൽ എല്ലാം ഗ്രാം പെർ മിനിറ്റിലാണ്. അപ്പൊ ഇവിടെ ഞാൻ നമ്പർ ഓഫ് മോൾസിന്റെ ഫോമിലേക്ക് ആക്കി, ഇവിടെ നമ്പർ ഓഫ് മോൾസിന്റെ ഫോമിലേക്ക് ആക്കി. m മാസ് ആണ് ഡിസപ്പിയർ ആവുന്നതെന്ന് വിചാരിക്കുക. അത് മുകളിലേക്കാകാൻ /32 ഓക്സിജന്റെ മോളാർ മാസ്. ഇവിടെ 100 gram ഉണ്ടാവുന്നുണ്ട്, / മോളാർ മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ആയി. ഇവിടെ ഞാൻ അത് ചെയ്തു, ഇവിടെ ഞാൻ അത് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇനി എനിക്കിത് സോൾവ് ചെയ്താൽ മാത്രം മതി.
m/32 is equal to 100 divided by 160. കറക്റ്റ് അല്ലേ? സോ ഇനി ഞാൻ ആകെ ചെയ്യേണ്ട കാര്യം ഇത് സോൾവ് ചെയ്യൽ മാത്രമാണ്. സോ 32 16 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും, 10 കട്ട് ചെയ്യാം. സോ m വിൽ ബി ഈക്വൽ ടു 20 എന്ന് വരും അല്ലെ, 20 gram per minute എന്നാണ് വരിക. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് 4. 4 is the right answer option. 4 ആയിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. 84ാമത്തെ ചോദ്യം. സൊല്യൂഷൻ ഓഫ് നിക്കൽ സൾഫേറ്റ് ഇൻ വിച്ച് നിക്കൽ റോഡ് ഈസ് ഡിപ്ഡ് ഈസ് ഡൈല്യൂട്ടഡ് 10 times. പൊട്ടൻഷ്യൽ ഓഫ് നിക്കൽ ഈസ്. എങ്ങനെ നമ്മൾ ചെയ്യാം? സാധാരണ ഓക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആദ്യമേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് ഇരിക്കട്ടെ, 1 molar കോൺസെൻട്രേഷൻ. സ്റ്റാൻഡേർഡ് കോൺസെൻട്രേഷൻ 1 molar കോൺസെൻട്രേഷൻ ആയിരിക്കട്ടെ. ആ സമയത്ത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ E0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് വാല്യൂ 1 molar. ഇനി ഇത് 10 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തെന്ന് പറയും. അപ്പൊ നമുക്ക് റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക, Ni2++2 ഇലക്ട്രോൺ ഗിവിംഗ് യു Ni എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റിയാക്ഷൻ നോൺ ഇക്വേഷൻ എഴുതി നോക്കാം. E ഈക്വൽ ടു E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് 1 ഡിവൈഡഡ് ബൈ Ni2+ കോൺസെൻട്രേഷൻ. ന്യൂമറേറ്ററിൽ നിക്കൽ എന്ന് പറയുന്ന ആള് സോളിഡ് ആയതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ എടുക്കണ്ട. E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എന്നിന്റെ വാല്യൂ ഇവിടെ 2 ആണ് അല്ലെ, ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ. ഇനിഷ്യലി നമ്മൾ 1 molar എടുത്തു, ദിസ് ഇസ് ഇനിഷ്യൽ കേസ്. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസിൽ കോൺസെൻട്രേഷൻ 10 മടങ്ങ് ഡൈല്യൂട്ട് ആയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എത്ര വരിക? കോൺസെൻട്രേഷൻ ഓഫ് Ni2+ ഈസ് ഗോയിങ് ടു ബി 0.1 molar. 10 മടങ്ങ് ഡൈല്യൂട്ട് ആയാൽ കോൺസെൻട്രേഷൻ 10 0.1. അപ്പൊ എന്ത് വരും? E0 മൈനസ് 0.0591 ഡിവൈഡ് ബൈ 2. ഇത് ലോഗ് 10 എന്ന് വരും. ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്, നെഗ്ലക്ട് എല്ലാം ഒഴിവാക്കുക. സോ ദ വാല്യൂ വിൽ ബി E0 മൈനസ് 0.0591 നമുക്ക് എന്ത് ചെയ്യാം? 0.06/2 എന്ന് എഴുതാം അപ്രോക്സിമേറ്റ്ലി. ദാറ്റ് ഈസ് E0 മൈനസ് 0.03. 0.03 എന്ന് പറഞ്ഞാൽ 30 മില്ലി വോൾട്ടാ. 0.03 ഈസ് 30 മില്ലി വോൾട്ട്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി ഉണ്ടായിരുന്നത് E0 ആണ്. 10 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ 0.03 വോൾട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ 30 മില്ലി വോൾട്ട് കുറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് 3 ഹിയർ. 3 ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 85. ആക്ടിനോഡ് ഷോയിങ് +7 ഓക്സിഡൈസ് സ്റ്റേറ്റ്. ആർക്കൊക്കെയാണ് +7 ഓക്സിഡേഷൻ കാണിക്കാൻ പറ്റിയ ആക്ടിനോഡ്സിനകത്ത്? അത് നെപ്റ്റ്യൂണിയം പ്ലൂട്ടോണിയം ആണ്. നെപ്റ്റ്യൂണിയം പ്ലൂട്ടോണിയത്തിനാണ് +7 കാണിക്കാൻ പറ്റുക. യുറാനിയം നമുക്ക് +6 ഉണ്ടാവാം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും വരിക? 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മുടെ NCERT ടേബിൾ കൊടുത്തിട്ടുണ്ട് ആക്ടിനോഡിൽ ആർക്കൊക്കെ ഏതൊക്കെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും എന്നുള്ളത്. അതിൽ +7 ഓക്സിഡൈസ് കാണിക്കാൻ പറ്റുന്നത് നെപ്റ്റ്യൂണിയം പ്ലൂട്ടോണിയം ആണ്. യുറേനിയത്തിന് +6 ആണുള്ളത്. ഓക്കെ, now moving on to question number 86. In which of the following complex ion the central ion is in a state of sp3d2 hybridization? sp3d2 hybridization ഉണ്ടാവുക എവിടെയായിരിക്കും? sp3d2 എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട് മനസ്സിലാക്കാമല്ലോ. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഇത്. ഓക്കെ, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ആൾ എവിടെയാണെന്നാ ചോദ്യം. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ വരിക 1 ആയിരിക്കും. തൽക്കാലം ഞാൻ ഡയറക്റ്റ് ആയിട്ട് അത് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കൊബാൾട്ടിന്റെ ആറ്റമിക് നമ്പർ 27 ആണ്. കോൺഫിഗറേഷൻ വരിക 3d7 4s2. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ ഇവിടെ +3 എന്നുണ്ടാവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് നോക്കാം. സോ കോൺഫിഗറേഷൻ വരിക 3d6 എന്നാണ് വരിക. ഫ്ലൂറിൻ എന്ന് പറയുന്ന ആള് വീക്ക് ലിഗാൻഡാ. അപ്പൊ 3d6 കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. സോ 3d6 എന്ന് പറയുമ്പോഴത്തേക്കും കോൺഫിഗറേഷൻ 1 2 3 1 2 3 4 5 6. ഫ്ലൂറിൻ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? 3d കഴിഞ്ഞ് 4s 4p 4d ഓർബിറ്റിൽ ചേർന്നിട്ടായിരിക്കും ഹൈബ്രിഡൈസേഷൻ നടക്കുക. എന്ത് ഹൈബ്രിഡൈസേഷൻ? sp3d2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഓപ്ഷൻ 1ലേക്ക് ആദ്യമേ പോയി നോക്കിയെന്ന് വെച്ചാൽ ഞാൻ പറയും ഇവിടെ വീക്ക് ലിഗാൻഡ് എന്ന് പറയാൻ പറ്റുന്ന ആള് ഫ്ലൂറിനാണ്. Cn എന്ന് പറയുന്ന സ്ട്രോങ് ലിഗാൻഡ് ആണ്, ns3 സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാനായിരിക്കും വീക്ക് ലിഗാൻഡ് ഉള്ള ആളെയാണ്. കാരണം അവിടെ പെയറിംഗ് ഉണ്ടാവില്ല. പെയറിംഗ് ഇല്ല എങ്കിൽ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നിർബന്ധമൊന്നുമില്ല, എന്നാലും ചാൻസ് കൂടുതലാണ്. ആ രീതിയിൽ ഞാൻ ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ 1 വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും അവിടെ sp3d2 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ് വരുന്നത്. ദ റൈറ്റ് ആൻസർ ടു ചൂസ് ഈസ് ഓപ്ഷൻ 1 ഹിയർ. 87ാമത്തെ ചോദ്യം നോക്കിയേ. ഇത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. DN ബ്ലോക്ക് എലമെന്റ്സിനകത്ത് അവസാനത്തെ ഭാഗത്ത് ആപ്ലിക്കേഷൻ ഓഫ് DN ബ്ലോക്ക് എലമെന്റ്സ് പറഞ്ഞ് ഈ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ എന്താ വരിക?
എ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് TiCl4 നമ്മൾ അതിനെ യൂസ് ചെയ്യുക സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ഫോർ പോളിത്തീൻ പ്രൊഡക്ഷൻ. സോ എ മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 4. അപ്പൊ ഇതും ശരിയാണ്. പലേഡിയം ക്ലോറൈഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? അത് വാക്കർ പ്രോസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, വാക്കർ പ്രോസസ്. സോ ബി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 3. നിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രജനേഷന് വേണ്ടിയിട്ടാണ്. സി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 1. ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ് പിഗ്മെന്റ് ഇൻഡസ്ട്രി. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതാ വരിക? 4th ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. 4 is the right answer. 88ാമത്തെ ചോദ്യം, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ അയോണിക് റേഡിയൈ. നമുക്കറിയാം ലാന്തിനോട് കൺട്രാക്ഷൻ ഉള്ള കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? റേഡിയസ് കുറഞ്ഞു വരും. അപ്പൊ ഏറ്റവും കൂടുതൽ റേഡിയസ് ഉള്ള ആളാരാ? സ്റ്റാർട്ടിങ്ങിലുള്ള ആള്. ഏറ്റവും കൂടുതൽ റേഡിയസ് ഉണ്ടാവുക ആദ്യത്തെ ആളാരാ? അയാൾക്കാണ് ഏറ്റവും കൂടുതൽ റേഡിയസ് ഉണ്ടാവുക. അപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ റേഡിയസ് ഉണ്ടാവുക? ലാന്തനം 3+ ആയിരിക്കും ഏറ്റവും കൂടുതൽ റേഡിയസ്. പിന്നെ അങ്ങനെ ഓരോരോ എലമെന്റ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും റേഡിയസ് കുറഞ്ഞു വരിക ചെയ്യുക. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ലാന്തനത്തിനാണ്. അതിനകത്ത് വേറെ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഓരോരോ എലമെന്റ് സീറിയം, പ്രൊമിത്തിയം, ഇട്രബിയത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും റേഡിയസ് കുറഞ്ഞു വരും. സോ ലാന്തനോട് കൺട്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ലാന്തനോട് കൺട്രാക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ഇൻ ദ എഫ് ബ്ലോക്ക് റേഡിയസ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരും. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ഏത് സെലക്ട് ചെയ്യാം? 1 സെലക്ട് ചെയ്യാം. 1 will be the right answer. 89ാമത്തെ ചോദ്യം, NiCO 4 times and NiCN 4 times 2- are diamagnetic. Hybridization of nickel in these complexes respectively are. NiCO 4 times നമ്മൾ എടുക്കുകയാണെങ്കിൽ NiCO 4 times നിക്കലിന്റെ കോൺഫിഗറേഷൻ വരിക 3d8 4s2 എന്നാ വരിക. നിക്കൽ ഇവിടെ 0 ഓക്സിഡേഷൻ ഇല്ല. CO എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലിഗാൻഡാ. അപ്പൊ അയാൾ ഈ സ്ട്രോങ് ലിഗാൻഡ് എന്ത് ചെയ്യുന്നറിയോ? ഈ 2 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് മാറ്റും, പെയറിങ്. അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ എന്ത് വരും? ന്യൂ കോൺഫിഗറേഷൻ വിൽ ബി 3d10. പിന്നെ 4s വേക്കന്റ് ആണ്, 4p വേക്കന്റ് ആണ്. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ വരിക sp3 ഹൈബ്രിഡൈസേഷൻ വരിക. ശ്രദ്ധിക്കുക, സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ 2 ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആരെ പറ്റിയ? NiCN 4 times ആണ്. NiCN 4 times. ഇവിടുത്തെ കേസിനകത്ത് നിക്കലിന്റെ ആറ്റോമിക് നമ്പർ 28, കോൺഫിഗറേഷൻ 3d8 4s2 തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ NiCN 4 times 2- നിക്കലിന്റെ ഓക്സിഡേഷൻ +2 എന്നാ വരിക. സോ കോൺഫിഗറേഷൻ 3d8 എന്നാ വരിക. 3d8. അപ്പൊ 3d8 കോൺഫിഗറേഷൻ നമുക്ക് വേണമെന്ന് വരയ്ക്കാം. സോ 3d8 കോൺഫിഗറേഷൻ വരയ്ക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഉണ്ടാവുക. 1 2 3 4 5 6 7 8. CN- is a strong ligand. അപ്പൊ CN- എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പെയർ ചെയ്യും. അപ്പൊ പുതിയൊരു കോൺഫിഗറേഷൻ കിട്ടും. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. പുതിയ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? The new configuration will be looking like this. Pairing നടന്ന കോൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ഡി ഓർബിറ്റലും 2 ഇലക്ട്രോൺ വെച്ച് പെയർഡ് ഉണ്ടാവും. ഒരു ഡി ഓർബിറ്റൽ മാത്രം വേക്കന്റ് ആയിട്ട്. അപ്പൊ പിന്നെയുള്ള ഹൈബ്രിഡേഷൻ എന്താ വരിക? DsP2 ഹൈബ്രിഡേഷൻ വരിക അല്ലെ? കാരണം ഇന്നർ ഡി ഓർബിറ്റൽ അവൈലബിൾ ആ. പിന്നെ DsP2 ഹൈബ്രിഡേഷൻ നടക്കുക. അപ്പോ NiCO 4 times sp3യും NiCN 4 times 2- DsP2 ആണ് വരിക. സോ sp3 ആൻഡ് DsP2 എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് ആൻസർ ഓപ്ഷൻ വിൽ ബി 2 ഹിയർ. 2 ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരിക. 2 is റൈറ്റ് ആൻസർ. അത് മാത്രമല്ല, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്, NCERTയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ ആണ്. ഇത് കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കേസാണ്. NiCO 4 times, NiCN 4 times 2- ആൻഡ് NiCl 4 times 2-. ഈ 3 കേസ് കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന കേസുകളാണ്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദീസ് 3 കേസസ്. അതിൽ 2 അവിടെ ചോദിച്ചേക്കുന്നത്. 90ാമത്തെ ചോദ്യം, ആരൊക്കെയാണ് ഇവിടെ ആംബിഡന്റേറ്റ് ലിഗാൻഡ് ഉള്ളത്? ആംബിഡന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ഡോണർ സൈറ്റുകൾ വഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ആരൊക്കെ ഇവിടെയുള്ള? NO2- ആംബിഡന്റേറ്റ് ആണ്. നൈട്രജൻ വഴിയും ഓക്സിജൻ വഴിയും കണക്ട് ചെയ്യാം. സയനൈഡ് കാർബൺ വഴി നൈട്രജൻ വഴിയും കണക്ട് ചെയ്യാം. തയോസൈനേറ്റ് സൾഫർ വഴി നൈട്രജൻ വഴിയും കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. ഏതാണിത്? എത്തിലീൻ ഡയമൈൻ. നൈട്രജൻ വഴി മാത്രമേ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആംബിഡന്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്സലേറ്റിന് ഓക്സിജൻ വഴി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും ബൈഡന്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരേ സമയം 2 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ബൈഡന്റേറ്റ്. പക്ഷെ ആംബിഡന്റേറ്റ് അല്ല. ഇപ്പൊ എത്ര ആംബിഡന്റേറ്റ് ലിഗാൻഡുകളുണ്ട് ഇവിടെ? 3 പേര് അല്ലെ? അപ്പൊ ആൻസർ ഓപ്ഷൻ ഏത് വരും? 2 is റൈറ്റ് ആൻസർ. അപ്പൊ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഉഷാറായിട്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ. വിൽ മീറ്റ് അഗെയിൻ. അണ്ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.